ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ച അർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ബലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിദിദീർഷതാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ
ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ. എല്ലാവർക്കും കർക്കിടക സംക്രാന്തി ആശംസകൾ. ഇന്ന് വൈകുന്നേരം 5:30 മണിയോടുകൂടിയിട്ട് സൂര്യഭഗവാൻ മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കുന്നു. ദക്ഷിണായനം ആരംഭിക്കുന്നു. നാളെ കർക്കിടകം 1. നമ്മുടെ കേരളത്തിലെ രാമായണ മാസം ആരംഭിക്കുന്നു. എല്ലാവർക്കും അഡ്വാൻസായ രാമായണ മാസ ആശംസകളും. ഈശ്വര ഭജനം കൊണ്ട് സമ്പുഷ്ടമായ ഒരു കർക്കിടക മാസവും ദക്ഷിണായനവും എല്ലാവർക്കും ആശംസിക്കുന്നു. നമുക്ക് ഭാഗവത ജ്ഞാനഗംഗ തുടരാം. ഭാഗവത ജ്ഞാനഗംഗ ദശമസ്കന്ധത്തിലെ 69-ാം അധ്യായം ഭഗവാന്റെ ഗാർഹസ്ഥ്യ ദർശനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 22 ശ്ലോകങ്ങൾ കണ്ടു. തുടർന്ന് കാണണം. നമുക്ക് വായിക്കാം, എന്നിട്ട് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ 69-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. നരകം നിഹതം ശ്രുത്വാ തതോദ്വാഹം ച യോഷിതാം കൃഷ്ണേനൈകേന ബഹ്വീനാം തദ്ദിദിക്ഷുസ്മ നാരദഃ. ചിത്രം ബദൈതദേകേന വപുഷാ യുഗപത് പൃഥഗ്ഗൃഹേഷു ഗഷ്ടസാഹസ്രം സ്ത്രിയഃ ഏക ഉദാവഹത്. ഇത്യുത്സുകോ ദ്വാരവതീം ദേവർഷിഃ ദ്രഷ്ടുമാഗമത്. പുഷ്പിതോപവനാരാമദ്വിജാളികുലനാദിതാം ഉദ്ബുല്ലേന്ദിവരാംബോജകൽഹാരകുമുദോത്പലൈഃ ഛുരിതേഷു സരസ്സൂച്ചൈഃ കൂജിതാം ഹംസസാരസൈഃ. പ്രാസാദലക്ഷൈർനവഭിഃ ജുഷ്ടാം സ്ഫാടികരാജതൈഃ മഹാമരകതപ്രക്യൈഃ സ്വർണരത്നപരിച്ഛദൈഃ വിഭക്തരഥ്യാപതചത്വരാപണൈഃ ശാലാസഭാഭിരുചിരാം സുരാലയൈഃ
സംസിക്തമാർഗാങ്കണവീധിദേഹളീം പതത്പതാകാധ്വജവാരിതാതപാം തസ്യാമന്തഃപുരം ശ്രീമദർച്ചിതം സർവദിഷ്ണ്യപൈഃ ഹരേഃ സ്വകൗശലം യത്ര ത്വഷ്ട്രാ കാൽസ്നേന ദർശിതം തത്ര ഷോഡശഭിഃ സദ്മസഹസ്രൈഃ സമലംകൃതം വിവേശൈകതമം ശൗരേഃ പത്നീനാം ഭവനം മഹത് വിഷ്ടബ്ദം വിദ്രുമസ്തംഭൈഃ വൈഡൂര്യബലഗോത്തമൈഃ ഇന്ദ്രനീലമയൈ കുഡ്യൈഃ ജഗത്യാ ചാഹതദ്വിഷാ വിതാനൈർനിർമ്മിതൈസ്ത്വഷ്ട്രാ മുക്താദാമവിളംബിഭിഃ ദാന്തൈരാസനപര്യങ്കൈർമണ്യുത്തമപരിഷ്കൃതൈഃ ദാസീഭിർനിഷ്കകണ്ഠീഭിഃ സുവാസോഭിരലങ്കൃതം പുംഭിഃ സകഞ്ചുകോഷ്ണീശ സുവസ്ത്രമണികുണ്ഡലൈഃ രത്നപ്രദീപനികരദ്യുതിഭിർനിരസ്തദ്വാന്തം വിചിത്രവളവേഷു ശിഖണ്ഡിനോംഗ നൃത്യന്തി യത്ര വിഹിതാഗരുധൂപമക്ഷൈർനിര്യാന്തമീക്ഷ്യ ഗണബുദ്ധയ ഉന്നതന്തഃ തസ്മിൻ സമാനഗുണരൂപവയസ്സുവേഷദാസീ സഹസ്രയുതയാനുസവം ഗൃഹിണ്യ വിപ്രോ തദർശ ചമരവ്യജനേന രുക്മദണ്ഡേന സത്വതപതിം പരിവീജയന്ത്യാ തം സന്നിരീക്ഷ്യ ഭഗവാൻ സഹസോത്തിത ശ്രീപര്യങ്കത സകലധർമ്മഭൃതാം വരിഷ്ഠഃ ആനമ്യ പാദയുഗളം ശിരസാ കിരീടജുഷ്ടേന സാഞ്ജലിരവീ വിശദാസനേ സ്വേ തസ്യാവനിജ്യചരണൗ തദപസ്വമൂർധ്നാ ബിഭ്രജ്ജഗദ്ഗുരുതരോപി സതാംബതിർഹി ബ്രഹ്മണ്യദേവ ഇതി യദ്ഗുണനാമയുക്തം തസ്യൈവ യച്ചരണശൗചമശേഷതീർത്ഥം സംപൂജ്യ ദേവർഷിവർയം ഋഷിഃ പുരാണോ നാരായണോ നരസഖോ വിധിനോദിതേന വാണ്യാഭിഭാഷ്യമിതയാമൃതമിഷ്ടയാതം പ്രാഹ പ്രഭോ ഭഗവതേ കരവാമഹേ കിം. നാരദ ഉവാച നൈവാദ്ഭുതം ത്വയി വിഭോ കില ലോകനാഥേ മൈത്രീ ജനേഷു സകലേഷു തമഖലാനാം നിശ്രേയസായ ഹി ജഗൽസ്ഥിതിരക്ഷണാഭ്യാം സ്വൈരാവതാര ഉരുഗായ വിദാമ സുഷ്ടു ദൃഷ്ടം തവാംഗ്രിയുഗളം ജനതാപവർഗം ബ്രഹ്മാദിബിർഹൃദി വിചിന്യമഗാധബോധൈഃ സംസാരകൂപപതിതോത്തരണാവലംബം ധ്യായൻ ചരാമ്യനുഗൃഹാണ യഥാ സ്മൃതി സ്യാദ്. തതോന്യഥാ വിശദ്ഗേഹം കൃഷ്ണപത്ന്യാഃ സ നാരദഃ യോഗേശ്വരേശ്വരസ്യാംഗ യോഗമായാ വിവിൽസയാ ദിവ്യന്തമക്ഷൈസ്തത്രാപി പ്രിയയാ ചോദ്ധവേന ച പൂജിതഃ പരയാ ഭക്ത്യാ പ്രത്യുത്ഥാനാസനാദിഭിഃ പൃഷ്ടശ്ചാവിദുഷേ വാസൗ കദാ യാതോ ഭവാനിതി ക്രിയതേ കിം नु പൂർണ്ണാനാം അപൂർണൈരസ്മദാദിഭിഃ അഥാപി ബ്രൂഹിണോ ബ്രഹ്മൻ ജന്മൈതച്ഛോഭനം കുരു സതു വിസ്മിത ഉത്ഥായ തൂഷ്ണീം അന്യത് അഗാദ്ഗൃഹം. തത്രാപ്യചഷ്ടഗോവിന്ദം ലാളയന്തം സുതാൻ ശിശൂൻ തതോന്യസ്മിൻ ഗൃഹേ അപശ്യൻ മജ്ജനായ കൃതോദ്യമം ജുഹ്വന്തം ച വിതാനാഗ്നീൻ യജന്തം പഞ്ചഭിർമഗൈഃ ഭോജയന്തം ദ്വിജാൻ ക്വാപി ഭുഞ്ജാനമവശേഷിതം ക്വാപി സന്ധ്യാമുപാസീനം ജപന്തം ബ്രഹ്മവാഗ്യതം ഏകത്ര ചാസി ധർമ്മഭ്യാം ചരന്തം അസിവത്മസു അശ്വൈർഗജൈർരഥൈ ക്വാപി വിചരന്തം ഗദാഗ്രജം ക്വചിത് ശയാനം പര്യങ്കേ സ്തൂയമാനം ച വന്ദിഭിഃ മന്ത്രയന്തം ച കസ്മിംശ്ചിത് മന്ത്രിഭിശ്ചോദ്ദവാദിഭിഃ ജലക്രീഡാരതം ക്വാപി വാരമുഖ്യാ ബലാവൃതം കുത്രചിദ്വിജമുഖ്യേഭ്യോ ദദതം സ്വലങ്കൃതാഃ ഇതിഹാസപുരാണാനി ശൃണ്വന്തം മംഗളാനി ച ഹസന്തം ഹാസ്യകഥയാ കദാചിത് പ്രിയയാ ഗൃഹേ
ക്വാപി ധർമ്മം സേവമാനം അർത്ഥകാമൗ ച കുത്രചിത് ധ്യായന്തമേകമാസീനം പുരുഷം പ്രകൃതേഃ പരം ശുശ്രൂഷന്തം ഗുരൂൻ ക്വാപി കാമൈർഭോഗൈഃ സപര്യയാ കുർവന്തം വിഗ്രഹം കൈശ്ചിത് സന്ധിം ചാന്യത്ര കേശവം കുത്രാപി സഹ രാമേണ ചിന്തയന്തം സദാം ശിവം പുത്രാണാം ദുഹിതॄണാം ച കാലേ വിദ്യുപയാപനം ദാരൈർവരൈസ്തൽസദൃശൈഃ കൽപ്പയന്തം വിഭൂതിഭിഃ പ്രസ്താപനോപാനയനൈഃ അപത്യാനാം മഹോത്സവാൻ വീക്ഷ്യ യോഗേശ്വരേശസ്യ യേഷാം ലോകാ വിസ്മിരേ യജന്തം സകലാൻ ദേവാൻ ക്വാപി ക്രതുവിരുർജിതൈഃ പൂർത്തയന്തം ക്വചിദ്ധർമ്മം കൂപാരാമമടാദിഭിഃ ചരന്തം മൃഗയാം ക്വാപി ഹയമാരുഹ്യ സൈന്ദവം ഗ്നന്ദം തതഃ പശൂന്മേധ്യാൻ പരീതം യദുപുംഗവൈഃ അവ്യക്തലിംഗം പ്രകൃതിഷു അന്തഃപുരഗൃഹാദിഷു ക്വചിച്ചരന്തം യോഗേശം തത്തദ്ഭാവബുഭുത്സയാ അധോ വാച ഋഷികേശം നാരദഃ പ്രഹസന്നിവ യോഗമായോദയം വീക്ഷ്യ മാനുഷീം ഈയുഷോ ഗതിം വിധാമയോഗമായാസ്തേ ദുർദർശാ അഭിമായിനാം യോഗേശ്വരാത്മൻ നിർഭാതാ ഭവത്പാദനിഷേവയാം അനുജാനീഹി മാം ദേവ ലോകാൻ തേ യശസാ പ്ലുതാൻ പര്യടാമി തവോദ്ഗായൻ ലീലാം ഭുവനപാവനീം. ശ്രീഭഗവാനുവാച ബ്രഹ്മൻ ധർമ്മസ്യ വക്താഹം കർത്താ തദനുമോദിതാ തച്ഛിക്ഷയൻ ലോകമിമം ആസ്ഥിതഃ പുത്രമാഖിതഃ. ശ്രീശുക ഉവാച ഇത്യാചരന്തം സദ്ധർമാൻ പാവനാൻ ഗൃഹമേധിനാം തമേവ സർവഗേഹേഷു സന്തമേകം ദദർശഃ. കൃഷ്ണസ്യാനന്ദവീര്യസ്യ യോഗമായാ മഹോദയം മുഹുർദൃഷ്ട്വാ ഋഷിരഭൂത വിസ്മിതോ ജാതകൗതുകഃ. ഇത്യർത്ഥകാമധർമ്മേഷു കൃഷ്ണേന ശ്രദ്ധിതാത്മനാ സമ്യക് സഭാജിതഃ പ്രീതഃ തമേവാനുസ്മരൻ യയൗ. ഏവം മനുഷ്യപദവീമനുവർത്തമാനോ നാരായണോഖില ഭവായ ഗൃഹീതശക്തിഃ. രേമേऽംഗഷോഡശസഹസ്രവരാംഗനാനാം സവ്രീഡ സൗഹൃദ നിരീക്ഷണഃ സജുഷ്ടഃ. യാനീഹ വിശ്വവിലയോദ്ഭവവൃത്തിഹേതുഃ കർമാണ്യനന്യ വിഷയാണി ഹരിശ്ചകാര. യസ്ത്വംഗഗായതി ശൃണോതി അനുമോദതേവാ ഭക്തിർഭവേത് ഭഗവതി ഹ്യപവർഗമാർഗേ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ കൃഷ്ണഗാർഹസ്ഥ്യ ദർശനം നാമ ഏകോനസപ്തതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. നാരായണ. നമ്മൾ ദശമസ്കന്ധത്തിലെ 69-ാം അധ്യായം ഭഗവാന്റെ ഗൃഹസ്ഥാശ്രമ ജീവിതം നാരദ മഹർഷി വന്ന് ദർശിക്കുന്നതാണ്. ഗാർഹസ്ഥ്യ ദർശനം. അതിൽ ആദ്യത്തെ 22 ശ്ലോകങ്ങൾ നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് കണ്ടു. അപ്പോൾ ആദ്യത്തെ ഗൃഹത്തിൽ നാരദ മഹർഷി വന്നപ്പോൾ ഭഗവാൻ
എഴുന്നേറ്റ് ചെന്ന് എതിരേറ്റ് നമസ്കാരപൂർവം ആസനത്തിലിരുത്തി കാല് കഴുകിച്ച് തീർത്ഥത്തെ തൻ്റെ ശിരസിൽ ധരിച്ചു. എന്നിട്ട് നാരദ മഹർഷിയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ആഗമനോദ്ദേശം എന്താണെന്ന് ചോദിച്ചു. അതിന് നാരദ മഹർഷി മറുപടി പറഞ്ഞു, അങ്ങയുടെ ഈ പ്രവൃത്തികളിലൊന്നും ഒരു അത്ഭുതവുമില്ല. അങ്ങ് ഈ ലോകത്തിൻ്റെ സ്ഥിതിരക്ഷണങ്ങൾക്കായിക്കൊണ്ടും ഈ നിശ്രേയസത്തിനായിക്കൊണ്ടും അങ്ങ് അവതാരങ്ങൾ സ്വീകരിക്കുകയാണല്ലോ. അത് ഞങ്ങൾക്കറിയാം, നന്നായി അറിയാം. ഇപ്പതാ അങ്ങയുടെ പാദകമലങ്ങളെ കണ്ടു. ജനങ്ങൾക്ക് മോക്ഷത്തെ നൽകുന്ന ബ്രഹ്മാദി ദേവന്മാരാൽ ഹൃദയത്തിൽ എപ്പോഴും ധ്യാനിക്കപ്പെടുന്നതും സംസാരമാകുന്ന പൊട്ടക്കിണറ്റിൽ പതിച്ചവർക്ക് അതിൽ നിന്ന് കരകയറാനുള്ള അവലംബമായിരിക്കുന്ന അങ്ങയുടെ പാദം ഞാൻ ദർശിച്ചു. ആ പാദത്തെ ദർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഹൃദയത്തിൽ സ്മരിച്ചുകൊണ്ട് എപ്പോഴും സഞ്ചരിക്കുവാനായിക്കൊണ്ട് അനുഗ്രഹിക്കണേ എന്നാണ് നാരദ മഹർഷി പ്രാർത്ഥിച്ചത്. അതിനുശേഷം നാരദ മഹർഷി മറ്റൊരു ഗൃഹത്തിലേക്ക് ചെന്നു. അവിടെയും ഭഗവാൻ അവിടുത്തെ തൻ്റെ പത്നിയുമായി അക്ഷക്രീഡ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഉദ്ധവനോടുകൂടെ. അവിടെയും പ്രത്യുത്ഥാനം, ആസനം മുതലായതുകൊണ്ട് പരമമായ ഭക്തിയോടെ നാരദ മഹർഷിയെ ഭഗവാൻ സൽക്കരിച്ചു. എപ്പോഴാണ് അങ്ങ് വന്നത് എന്ന് ഒന്നും അറിയാത്തവനെ പോലെ ചോദിച്ചു. പൂർണ്ണന്മാരായ നിങ്ങൾക്ക് അപൂർണന്മാരായ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നും ചോദിച്ചു. എന്തായാലും അങ്ങേക്കൊന്നും വേണ്ടെങ്കിലും ഞങ്ങളുടെ ഈ ജന്മത്തെ ധന്യമാക്കി ചെയ്യൂ, അനുഗ്രഹിക്കൂ എന്ന് ഭഗവാൻ നാരദ മഹർഷിയോട് പറഞ്ഞു. ഇത് കേട്ട് വിസ്മയിച്ച നാരദ മഹർഷി അവിടുന്ന് എഴുന്നേറ്റ് മിണ്ടാതെ നടന്നു എന്നാണ്. സത് വിസ്മിത ഉത്ഥായ തൂഷ്ണീം അന്യത് അഗാത് ഗൃഹം, മറ്റൊരു ഗൃഹത്തിലേക്ക് ഗമിച്ചു. ഇതുവരെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത്. അപ്പം 2 ഗൃഹങ്ങളിൽ കഴിഞ്ഞു. ഇനിതാ 3ാമത്തെ ഗൃഹത്തിലേക്ക് നാരദ മഹർഷി പ്രവേശിച്ചു. അവിടെ എന്താണ്, പിന്നീട് എന്തൊക്കെയാണ് കാണുന്നത്, അതൊക്കെയാണ് നമ്മൾ തുടർന്ന് കാണാൻ പോകുന്നത്. തത്രാപ്യതഷ്ടഗോവിന്ദം ലാളയന്തം സുതാൻ ശിശൂൻ തതോന്യസ്മിൻ ഗൃഹേ അപശ്യത മജ്ജനായ കൃതോദ്യമം. തത്രാപ്യതഷ്ടഗോവിന്ദം ലാളയന്തം സുതാൻ ശിശൂൻ തതോന്യസ്മിൻ ഗൃഹേ അപശ്യത മജ്ജനായ കൃതോദ്യമം. ഇപ്പോൾ ഭഗവാൻ നാരദ മഹർഷി ഭഗവാന്റെ മറ്റൊരു ഗൃഹത്തിലേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞു. തത്രാപി, അവിടെയും, അചഷ്ട, ദർശിച്ചു. അവിടെയും ദൃഷ്ടിക്ക് വിഷയമായി. എന്താ കണ്ടത്? ശിശൂൻ സുതാൻ ലാളയന്തം ഗോവിന്ദം, തൻ്റെ ശിശുക്കളായിരിക്കുന്ന സുതന്മാരെ, കൊച്ചുകുട്ടികളായ മക്കളെ ലാളയന്തം ഗോവിന്ദം, ലാളിച്ചുകൊണ്ടിരിക്കുന്ന, കൊഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന, കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു നല്ലൊരു പിതാവിനെ. അപ്പോൾ ഇവിടെ കാണുന്നത് നല്ലൊരു പിതാവിൻ്റെ വേഷമാണ് ഭഗവാന്റെ. കുട്ടിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതും അച്ഛന്മാരുടെ, ഗൃഹസ്ഥന്മാരുടെ ധർമ്മമാണെന്ന് ലോകത്തെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഭഗവാൻ തൻ്റെ കൊച്ചു കുഞ്ഞുങ്ങളെ കളിപ്പിക്കുന്നതായിട്ടുള്ള ആ ലീലയാണ് കണ്ടത്. സുതാൻ ലാളയന്തം ഗോവിന്ദം തത്രാപി അചഷ്ട, ആ ഗൃഹത്തിൽ കണ്ടു. നാരദൻ അവിടെയും ഇതുപോലെ സ്വീകരണം ഏറ്റുവാങ്ങി അടുത്ത ഗൃഹത്തിലേക്ക് പോവുകയാണ്. തതോന്യസ്മിൻ ഗൃഹേ പശ്യത് മജ്ജനായ കൃതോദ്യമം. ഒരു ശ്ലോകത്തിൽ 2 ഗൃഹങ്ങളെ വർണ്ണിച്ചു. തതഃ അന്യസ്മിൻ ഗൃഹേ, അവിടെ നിന്ന് മറ്റൊരു ഗൃഹത്തിൽ ചെന്നപ്പോൾ അപശ്യത്, അവിടെ ഗോവിന്ദനെ കണ്ടു. എങ്ങനെയുള്ള ഗോവിന്ദനെ? മജ്ജനായ കൃതോദ്യമം ഗോവിന്ദം അപശ്യത്. മജ്ജനം എന്നാൽ കുളിക്കാനായിക്കൊണ്ട്,
അപ്പൊ സ്നാനം ചെയ്യാനായിക്കൊണ്ട് ഉദ്യമം ചെയ്യുന്നവനായ, ഉത്സാഹിക്കുന്നവനായിരിക്കുന്ന ഗോവിന്ദനെ ദർശിച്ചു. അപ്പോ അവിടെ ആ സമയത്ത് ഭഗവാന്റെ സ്നാനത്തിനുള്ള പുറപ്പാടാണ്. മിക്കവാറും മാദ്യം ദിനത്തിനുള്ള സ്നാനമായിരിക്കാം അല്ലേ. രാവിലെ നേരത്തെ പലയിടത്തും പോയിട്ട് അടുത്ത ഗൃഹത്തിലേക്ക് ചെന്നപ്പോൾ ഏകദേശം മധ്യാഹ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഉച്ച എന്നുള്ള അർത്ഥത്തിലല്ല, മാദ്യം ദിനം എന്നുള്ളതായിട്ടുള്ള സന്ധ്യോപാസ്തി ചെയ്യുന്നത് 9 മണിക്ക് ശേഷം 10:30-ക്കുള്ളിലാവാം. രാവിലത്തെ നേരം തന്നെയാണ് മാദ്യം ദിനം, മാധ്യാഹ്നികം എന്നൊക്കെ പറയുന്ന രണ്ടാമത്തെ പ്രഭാത സന്ധ്യയ്ക്ക് ചെയ്യേണ്ട സന്ധ്യാവന്ദനം കഴിഞ്ഞ് മധ്യാഹ്നത്തിൽ ചെയ്യേണ്ട സന്ധ്യാവന്ദനത്തിലുള്ള കുളിക്കും മറ്റുമൊക്കെയുള്ള പുറപ്പാടായിരിക്കാം. അല്ലെങ്കിൽ വളരെ നേരത്തെ തന്നെ ആയിരിക്കാം. അപ്പോൾ പിന്നെ അവിടെ കുളിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ പല ദിവസങ്ങളായിട്ട് നാരദൻ പോയി എന്നും എടുക്കാം അല്ലേ. ഒരു ദിവസം തന്നെ എല്ലായിടത്തും എത്തിയെന്ന് വേണമെന്നില്ല. പല ദിവസങ്ങളായിട്ട് ഓരോ ഗൃഹങ്ങളിൽ ചെന്നു. എന്തായാലും സ്നാനാദികൾക്കൊരുങ്ങിയിരിക്കുന്ന ഭഗവാനെ കണ്ടു എന്ന്. ഇനി മറ്റൊരു ഗൃഹത്തിലേക്ക് ചെല്ലുന്നു. ജുഹ്വന്തം ച വിധാനാഗ്നീം യജന്തം പഞ്ചഭിർമകൈഃ ഭോജയന്തം ദ്വിജാൻ ക്വാപി ഭുഞ്ജാനമവശേഷിതം. ജുഹ്വന്തം ച വിധാനാഗ്നീം യജന്തം പഞ്ചഭിർമകൈഃ ഭോജയന്തം ദ്വിജാൻ ക്വാപി ഭുഞ്ജാനമവശേഷിതം. അപ്പം മറ്റൊരു ഗൃഹത്തിൽ ചെന്നപ്പോൾ വിതാനാഗ്നീൻ ജുഹ്വന്തം. വിതാനാഗ്നീൻ എന്ന് പറഞ്ഞാൽ വിസ്തരിക്കേണ്ട അഗ്നികളെ, യാഗാഗ്നികളെ, അഗ്നിഹോത്രാദികൾ ചെയ്യുന്ന അഗ്നികളെ ജുഹ്വന്തം ഹോമിക്കുന്നവനായിട്ട്. അപ്പോൾ ഒരു ഗൃഹസ്ഥൻ എന്ത് ചെയ്യണം? അഗ്നി ആദാനം ചെയ്യണം, നിത്യവും സമിതാദാനം ചെയ്യണം. ഉപനയനം കഴിഞ്ഞവര് ആരാണെങ്കിലും വൈശ്യ, ക്ഷത്രിയ, ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെടുന്ന എന്ന് പറഞ്ഞാൽ ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ട് അവർ ഉപനയനം കഴിഞ്ഞു. ആ കൂട്ടത്തിൽ അവരുടെ മറ്റ് കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഇതും കൂടി ശ്രദ്ധിക്കേണ്ടതാണ്, അഗ്നി ആദാനം അഥവാ സമിതാദാനം. അപ്പോൾ ഇവിടെ ഭഗവാൻ ക്ഷത്രിയ ഭാവത്തിലാണ് ശ്രീകൃഷ്ണ അവതാര ലീലകളെല്ലാം. ക്ഷത്രിയനായ ഭഗവാൻ സമിതാദാനം ചെയ്യുന്നു. വിധാനാഗ്നീം ജുഹ്വന്തം, അഗ്നിഹോത്രം ചെയ്യുന്നവനായിട്ടും. പഞ്ചഭിഹി മകൈഹി യജന്തം. മറ്റൊരു ഗൃഹത്തിലാണത് പഞ്ചമകങ്ങൾ എന്ന് പറഞ്ഞാൽ പഞ്ചമഹായജ്ഞങ്ങൾ, അതുകൊണ്ട് യജിക്കുന്നവനായിട്ടും. എന്താ പഞ്ചമഹായജ്ഞങ്ങൾ? ദേവന്മാർക്ക്, പിതൃക്കൾക്ക്, ഋഷികൾക്ക്, അതുപോലെ ഭൂതങ്ങൾക്ക്, നരന്മാർക്ക് എല്ലാം ചെയ്യേണ്ടതായിട്ടുള്ള ദാനാദികളും മറ്റുമൊക്കെയാണ് തർപ്പണാദികൾ, ദാനാദികൾ. ദേവന്മാർക്ക് വേണ്ടി ചെയ്യുന്നത് ഹോമാദികൾ, പിതൃക്കൾക്ക് വേണ്ടി ചെയ്യുന്നത് തർപ്പണാദികൾ, ഋഷികൾക്കും സ്വാധ്യായം മുതലായിട്ടുള്ളതാണ് മുഖ്യമായിട്ടുള്ള യജ്ഞം. അതിൻ്റെയൊക്കെ പ്രതീകമായിട്ട് സ്നാന സമയത്ത്, സന്ധ്യാവന്ദന സമയത്ത് ഇവർക്ക് 3 പേർക്കും തർപ്പണവും ചെയ്യുന്നു. ദേവന്മാർക്കുള്ള തർപ്പണം, ഋഷി തർപ്പണം, പിതൃതർപ്പണം എന്ന് ജലം കൊണ്ടുള്ളതായിട്ടുള്ള തർപ്പണം ചെയ്യുന്നു. അത് കഴിഞ്ഞ് വന്ന് ദേവന്മാർക്ക് ഹോമം, പിതൃക്കൾക്കുള്ളതായിട്ടുള്ള ബലികർമ്മങ്ങൾ ചെയ്യാവുന്നത് ചെയ്യാം. അതുപോലെ തന്നെ ഋഷിമാരെ സ്മരിച്ചുകൊണ്ട് സ്വാധ്യായം ചെയ്യുക എന്നുള്ളതാണ് യജ്ഞം. അതുപോലെ ഭൂതങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന യജ്ഞം എന്ന് പറഞ്ഞാൽ മറ്റ് ജീവജാലങ്ങളെയൊക്കെ പോഷിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ, അവർക്ക് ഭക്ഷണം കൊടുക്കലും മറ്റുമൊക്കെ, സസ്യജാലങ്ങൾക്കുള്ളതായിട്ടുള്ള വെള്ളമൊഴിക്കൽ മുതലായതൊക്കെ. നരന്മാർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ വന്നിരിക്കുന്ന അതിഥികളെ പൂജിക്കുക, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക. നരന്മാർക്ക് ചെയ്യുന്ന യജ്ഞം. ഇങ്ങനെ പഞ്ചമഹായജ്ഞങ്ങളെ ചെയ്യുന്നവനായിട്ടും. പഞ്ചഭിർ മകൈഹി യജന്തം ദ്വിജാൻ ഭോജയന്തം ക്വാപി ഭുഞ്ജാനം അവശേഷിത.
അപ്പോൾ മറ്റൊരു ഗൃഹത്തിൽ ചെന്നപ്പോൾ ക്വാപി ഒരിടത്ത് ദ്വിജാൻ ഭോജയന്ത, ബ്രാഹ്മണ ഭോജനം ചെയ്യുകയാണ്. വന്നിരിക്കുന്ന ബ്രാഹ്മണരെയൊക്കെ ഇരുത്തി അവർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്തും മറ്റുമൊക്കെ അവരെ ഭുജിപ്പിക്കുന്നവനായിട്ട് കണ്ടു. അവശേഷിതം പുഞ്ചാനം, അവർ കഴിച്ചു പോയ ശേഷം യജ്ഞപ്രസാദം എന്നുള്ള നിലയ്ക്ക് അവശേഷിതമേ യജ്ഞശിഷ്ടത്തെ ഭുജിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ കഴിച്ച എച്ചിൽ അവരുടെ പാത്രത്തിൽ തന്നെ കഴിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. അവർ കഴിച്ച് അവരുടെ പാത്രങ്ങളെല്ലാം എടുത്ത ശേഷം ഇലയോ എല്ലാം കളഞ്ഞ ശേഷം അവർക്ക് വിളമ്പിക്കൊടുത്ത പാത്രത്തിൽ ശേഷിക്കുന്നതിനാണ് ഇവിടെ ഉച്ഛിഷ്ടം, ഉച്ഛേഷിതം, അവശേഷിതം എന്നൊക്കെ പറയുക. ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊന്നും അറിയാതെയായി അല്ലേ? ഉച്ഛിഷ്ടം എന്ന് പറഞ്ഞാൽ അവർ ഭുജിച്ച് പാത്രത്തിൽ ബാക്കിയുള്ളത്, അവർ കഴിച്ചതിൻ്റെ അവർ കഴിച്ച പാത്രത്തിൽ ബാക്കി എന്നുള്ള അർത്ഥത്തിലല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈശ്വരന് പൂജിക്കുന്ന സന്ദർഭത്തിൽ മറ്റാർക്കും ഒന്നും കഴിക്കാൻ കൊടുക്കാതെ ഈശ്വരനെ പൂജിച്ചതിന് ശേഷമേ ബാക്കിയുള്ളവരെല്ലാം പൂജിക്കൂ. അല്ലെങ്കിൽ നമ്മൾ എവിടെന്നെങ്കിലും ഒരു ഭാഗത്ത് കുറച്ച് മാറ്റിയെടുത്ത് അല്പം കഴിച്ചു, നമ്മുടെ വിശപ്പ് മാറ്റി, എന്നിട്ട് ബാക്കിയുള്ളത് കൊണ്ട് ഈശ്വരനെ പൂജിച്ചു എന്ന് പറഞ്ഞാൽ ഈശ്വരന് ഉച്ഛിഷ്ടം കൊടുക്കുക എന്നാണ് അർത്ഥം. അതുപോലെ തന്നെയാണ് സന്യാസിമാര്, ബ്രാഹ്മണര്, വൃദ്ധര്, അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ കഴിച്ചതിന് ശേഷം കൊടുക്കുമ്പോൾ നമ്മുടെ ഉച്ഛിഷ്ടം കൊടുക്കുക എന്നാണ് പറയുക. നമ്മൾ പാത്രത്തിൽ വേറെ പാത്രത്തിലെടുത്ത് വേറൊരു ഭാഗത്ത് പോയിരുന്ന് കഴിച്ചു, അവർക്കുള്ളത് അവിടെ തന്നെ വേറെ ഉണ്ടാക്കിയ പാത്രത്തിലോ മാറ്റിവെച്ച പാത്രത്തിലോ ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ ആദ്യം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെക്കാൾ മുതിർന്നവർക്ക്, നമ്മൾക്ക് ഗുരുക്കന്മാരായിട്ടുള്ളവർക്ക്, സന്യാസിമാർക്ക്, ഇവർക്കൊക്കെ കൊടുക്കാനുള്ള യോഗ്യത നഷ്ടപ്പെട്ടു ആ ഭക്ഷണത്തിന്. അത് ഉച്ഛിഷ്ടമായി. ഈശ്വരന് കൊടുക്കാൻ പാടില്ലാത്തതുപോലെ തന്നെ മുതിർന്നവർക്കും കൊടുക്കാൻ പാടില്ലാത്തതായി, ഉച്ഛിഷ്ടമായി. അങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇന്ന് പറഞ്ഞാൽ SFIക്കാർ കൊടിയും പിടിച്ചുകൊണ്ട് വരും, DYFIക്കാർ വീട് കത്തിക്കും അല്ലേ? ഇന്നത്തെ കാലം അതാണ്. ക്ഷേത്രങ്ങളിലും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ഷേത്രങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ തീ വയ്ക്കുക വരും. അപ്പം ഇതുകൊണ്ടാണ് പഴയ സംസ്കാരം ഈശ്വരന് കൊടുക്കുക, സന്യാസിമാര്, ഗുരുക്കന്മാര്, ബ്രാഹ്മണര്, മഹാത്മാക്കള്, വൃദ്ധന്മാര്, ഇവർക്കൊക്കെ കൊടുത്ത ശേഷം വേണം ബാക്കിയുള്ള ഗൃഹസ്ഥന്മാര് ഭുജിക്കാനായിക്കൊണ്ട്. ഭഗവാൻ കാണിച്ചു തരുന്നു. ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, യജ്ഞശിഷ്ടാശിനസ്സന്തഃ മുച്യന്തേ സർവകിൽബിഷൈഃ ഭുഞ്ചതേ തേ തു അഘം പാപാഃ യേ പചന്ത്യാത്മകാരണാത്. യജ്ഞശിഷ്ടാശിനഃ സന്തഃ, യജ്ഞശിഷ്ടം അശിക്കുന്നവരായ സജ്ജനങ്ങൾ, സന്തഃ മുച്യന്തേ സർവകിൽബിഷൈഃ, അവർ മുമ്പ് ചെയ്തിട്ടുള്ള സകല പാപങ്ങളിൽ നിന്നും മുക്തരായി ഭവിക്കുന്നു. എന്നാൽ ഭുഞ്ചതേ തേ തു അഘം പാപാഃ, പാപികളായിരിക്കുന്നവർ, പാപാഃ തേ തു അഘം ഭുഞ്ചതേ, അവരവരുടെ പാപത്തെ ഭുജിക്കുന്നു. എന്തുകൊണ്ട്? ഏ പചന്തി ആത്മകാരണാത്, ആരാണോ തങ്ങൾക്ക് വേണ്ടി പാചകം ചെയ്യുന്നത്, തങ്ങൾക്ക് കഴിക്കാനെന്ന് സ്വാർത്ഥതയോടെ പാചകം ചെയ്യുന്നത്, തങ്ങൾ കഴിച്ച ശേഷം ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നത്. അവിടെ തങ്ങൾക്കാണ് പ്രയോറിറ്റി. അതുകൊണ്ടാണ് തങ്ങൾ ആദ്യം കഴിക്കുന്നത്. തങ്ങൾ ആദ്യം കഴിക്കുന്നത് സ്വാർത്ഥത കൊണ്ടാണ്. പ്രയോറിറ്റി ഇത് എനിക്കുണ്ടാക്കിയ ഭക്ഷണം ഞാൻ കഴിക്കാതെ പിന്നെ എങ്ങനെയാ? അപ്പം ഞാൻ ആദ്യം കഴിച്ചിട്ട് പിന്നെ ആർക്കും കൊടുത്താൽ മതി. അത് ഗുരുക്കന്മാരായാലും സന്യാസിമാരായാലും ബ്രാഹ്മണരായാലും ഏത് യോഗ്യരായാലും അവരൊക്കെ അവിടെ നിൽക്കട്ടെ, എൻ്റെ പണി ആദ്യം കഴിയട്ടെ.
ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച്, ഞാൻ കഷ്ടപ്പെട്ട് പാചകം ചെയ്ത് എൻ്റെ വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് വിചാരിച്ച് ആദ്യം ഭുജിച്ച് മറ്റുള്ളവർക്ക് പിന്നീട് കൊടുക്കുന്നവർ പാപികളാണ്. അവർ പാപാഹ. അവർക്ക് സ്വാർത്ഥതയാണ് അവരെ ഭരിക്കുന്നത്. ആ സ്വാർത്ഥത വർദ്ധിച്ചു തന്നെയാണ് അവർ അസുരന്മാരായി മാറുന്നത്. തങ്ങളുടെ ദേഹം ഭരിക്കാൻ വേണ്ടി, തങ്ങളുടെ സുഖങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥതയ്ക്ക് വേണ്ടി ആരെയും എന്തിനേയും ഉപദ്രവിക്കുന്ന സ്വഭാവം വന്നു ചേരും. ഇന്നത്തെ തലമുറ അങ്ങനെ സ്വാർത്ഥതയിൽ വളർന്നാണ് വരുന്നത്. നമ്മുടെ വളരുന്ന കുട്ടികളെയൊക്കെ നമ്മൾ ഇതുതന്നെയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് മറ്റൊരാളെ സഹിക്കാൻ, അക്കോമഡേറ്റ് ചെയ്യാൻ, അഡ്ജസ്റ്റ് ചെയ്യാൻ ഒന്നും പറ്റാത്തത്. അവർക്കിതൊന്നും ശീലമില്ല. സ്വാർത്ഥത ശീലിച്ചവർക്ക് ത്യാഗം വളരെ കഷ്ടമാണ്. മറ്റൊരാൾക്ക് വേണ്ടി എന്തെങ്കിലും വിട്ടുകൊടുക്കുക എന്നുള്ളത് അൺസഹിക്കബിളാണ്. അസഹിഷ്ണു ആണവൻ. അപ്പോൾ അത് ശീലിപ്പിക്കണം. നമ്മളെയൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ മുത്തശ്ശിമാരും മറ്റുമൊക്കെ ശീലിപ്പിച്ചു. വീട്ടിൽ ആര് വന്നാലും അവർക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷമേ നമ്മളൊക്കെ കഴിക്കാൻ പാടുള്ളൂ. എത്ര വിശന്നിരിക്കുകയാണെങ്കിലും അവിടെ മാറിയിരിക്കൂ, പോയി കളിച്ചിട്ട് വരൂ, വന്നവർക്ക് കൊടുക്കട്ടെ, കൊടുത്ത് ബാക്കിയുള്ളത് നമ്മൾ കഴിച്ചാൽ മതി. നമ്മളൊക്കെ അന്ന് മുത്തശ്ശിമാരെയൊക്കെ ശപിച്ചിട്ടുണ്ട് അല്ലേ? പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെയൊക്കെ വില മനസ്സിലാവുന്നത്. അത് നമ്മളെ എത്ര പാകപ്പെടുത്തി എന്നുള്ളത്. ചില ദിവസം അതിഥികൾ വന്നു കഴിഞ്ഞാൽ, ഒരുപാട് പേര് വന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ഉണ്ടാവില്ല. വെച്ചിരുന്ന കറികളും രണ്ടാം കറികളും ഒക്കെ തീർന്നു കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ നമ്മൾക്ക് വല്ല രസമോ വല്ല പുളിവെള്ളമൊക്കെ ഉണ്ടാക്കിയിട്ടാണ്, അല്ലെങ്കിൽ മോര് കൂട്ടിയിട്ടൊക്കെയാണ് നമ്മൾ കഴിക്കുക. വന്നവർക്കെല്ലാം കൊടുത്തു കഴിഞ്ഞു. അതായിരുന്നു പണ്ടത്തെ സംസ്കാരം. അത് നല്ലൊരു സംസ്കാരം തന്നെയായിരുന്നു. കാരണം നമ്മളെ അത് ക്ഷമയുള്ളവരാക്കി, സഹിഷ്ണുതയുള്ളവരാക്കി, പങ്കിട്ട് കഴിക്കേണ്ടവരാണെന്നുള്ള പാഠം പഠിപ്പിച്ചു. ഒരുപാട് നന്മകൾ നമ്മൾക്ക് നൽകി. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് സുഗമമായിട്ട് ജീവിക്കാറായി. എവിടെ പോയാലും ആ സുഖം നമുക്കുണ്ട്. ഒരു തരത്തിലുള്ള അസഹിഷ്ണുതയുമില്ല. നമ്മൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നില്ല, അസ്വസ്ഥതയുണ്ടാവുന്നില്ല. അത് സന്തോഷമായിട്ട് നമുക്കത് സ്വീകരിക്കാനാവുന്നു. നാരായണ. അപ്പോൾ ഭഗവാൻ നോക്കൂ, ഭുഞ്ചാനം അവശേഷിതം, അവശേഷിതം ഭുഞ്ചാനം ഗോവിന്ദം അപശ്യത്. മറ്റുള്ളവർക്ക് വന്ന അതിഥികൾക്ക് കൊടുത്ത ശേഷം യജ്ഞശിഷ്ടം ഭുജിക്കുന്ന ഭഗവാനെ മാതൃകയാക്കാം. ഒരു ഗൃഹസ്ഥൻ ഇങ്ങനെ ആയിരിക്കണം എന്ന്. ഇനി മറ്റു വീടുകളിലേക്ക് പോകുന്നു. ക്വാപി സന്ധ്യാമുപാസീനം ജപന്തം ബ്രഹ്മവാഗ്യതം ഏകത്ര ചാസി ചർമ്മഭ്യാം ചരന്തം അസിവത്മസു. ക്വാപി സന്ധ്യാമുപാസീനം ജപന്തം ബ്രഹ്മവാഗ്യതം ഏകത്ര ചാസി ചർമ്മഭ്യാം ചരന്തം അസിവത്മസു. ക്വാപി ചിലയിടത്ത് സന്ധ്യാമുപാസീനം, ഭഗവാൻ സന്ധ്യാവന്ദനാദികൾ ചെയ്യുന്നതായിട്ട് ഒരു ഗൃഹത്തിൽ ചെന്നപ്പോൾ കണ്ടു. വേറൊരിടത്ത് വാഗ്യതം ബ്രഹ്മജപന്തം, വാക്കിനെ യമിച്ച്, വാക്കിനെ അടക്കി ബ്രഹ്മജപന്തം, ബ്രഹ്മ എന്ന് പറഞ്ഞാൽ വേദം, വേദം ജപിക്കുന്നവനായിട്ട്, ഗായത്രീ ജപം ചെയ്യുന്നവനായിട്ടൊക്കെ
ഭഗവാനെ ദർശിച്ചു. അപ്പൊ ഇതും ചെയ്യേണ്ടതാണെന്ന് ഭഗവാൻ ലോകത്തിന് കാണിച്ചു തരണം. വേദം ജപിക്കുന്നവനായിട്ട് കാണുന്നു. ഏകത്ര അസി വത്മസു അസി ചർമ്മഭ്യാം ചരന്തം. ഏകത്ര മറ്റൊരിടത്ത് അസിവത്മസു എന്ന് പറയുന്നുണ്ട്. അസിവത്മ എന്ന് പറഞ്ഞാൽ കളരികൾ, വാൾപ്പയറ്റൊക്കെ പരിശീലിക്കുന്ന സ്ഥാനം. വാൾപ്പയറ്റ് പരിശീലിക്കുന്ന വേദികളിൽ അസി ചർമ്മഭ്യാം ചരന്തം. അസിയും ചർമ്മവും കൊണ്ട് ചരിക്കുന്നവനായിട്ട്. ചർമ്മം എന്നാൽ പരിച, വാളും പരിചയുമായിട്ട്. അസി ചർമ്മം, വാളും പരിചയവുമായിട്ട് ചരിക്കുന്നവനായിട്ട്, വാൾപ്പയറ്റ് അഭ്യസിക്കുന്നവനായിട്ട് ചിലയിടത്ത് കാണുന്നു. ഇപ്പൊ ഇവിടെ ഭഗവാൻ മുമ്പേ പറഞ്ഞു ക്ഷത്രിയ വൃത്തിയാണ് ഭഗവാന്റെ ജീവിതം. അപ്പൊ ക്ഷത്രിയൻ ഇതൊക്കെ ചെയ്യേണ്ടതാണ്, നിത്യവും അഭ്യസിക്കേണ്ടതായിട്ടുള്ള ആയുധാഭ്യാസമെല്ലാം ഭഗവാൻ ചെയ്തുകൊണ്ടിരുന്നു എന്നർത്ഥം. അസി ചർമ്മഭ്യാം ചരന്തം അസിവത്മസു. അശ്വൈർഗജൈരഥൈക്വാപി വിചരന്തം ഗദാഗ്രജം ക്വചിത് ശയാനം പര്യങ്കേ സ്തൂയമാനം ച ബന്ദിഭിഃ. അശ്വൈർഗജൈരഥൈക്വാപി വിചരന്തം ഗദാഗ്രജം ക്വചിത് ശയാനം പര്യങ്കേ സ്തൂയമാനം ച ബന്ദിഭിഃ. ഇനി നാരദ മഹർഷി മറ്റൊരു ഗൃഹത്തിൽ ചെല്ലുമ്പോൾ അവിടെ ക്വാപി അശ്വൈഹി ഗജൈഹി രഥൈഹി വിചരന്തം ഗദാഗ്രജം. അശ്വങ്ങളുടെ പുറത്ത്, കുതിരപ്പുറത്ത് അഭ്യാസം ചെയ്യുന്നു. കുതിര സവാരി അഭ്യസിക്കുന്നവനായി. ഭഗവാൻ അറിയാത്ത കുതിരസവാരിയൊന്നുമില്ല, എങ്കിലും നിത്യവും അഭ്യസിക്കേണ്ടതാണ് എന്ന് മറ്റ് തൻ്റെ മക്കൾക്കും ലോകത്തിനും മാതൃക കാണിച്ചുകൊണ്ട് നിത്യാഭ്യാസി ആനയെ എടുക്കും. അതുകൊണ്ട് നേരത്തെ ഞാനിതെല്ലാം പഠിച്ചു വച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കാൻ പാടുള്ളതല്ല. എന്നും അത്യാവശ്യം അഭ്യാസം ചെയ്യേണ്ടതാണ് എന്ന് ലോകത്തിന് കാണിച്ച് തൻ്റെ മക്കൾക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് അശ്വത്തിൻ്റെ പുറത്ത് അശ്വാരൂഢനായിക്കൊണ്ട് എന്താ പറയുക, കുതിരകളെ ഓടിക്കുന്നതായിട്ടും, ഗജൈഹി ആനപ്പുറത്ത് ആനകളെ നിയന്ത്രിക്കുന്നതായിട്ടും, ആനപ്പുറത്ത് സഞ്ചരിക്കുന്നതായിട്ടും, രഥൈഹി രഥം ഓടിക്കുന്നവനായും രഥത്തിലിരുന്നു കൊണ്ട് യുദ്ധം ചെയ്യുന്നവനായുമുള്ള അഭ്യാസങ്ങളൊക്കെ ഭഗവാൻ പരിശീലിക്കുന്നുണ്ട്. ഭഗവാൻ സകലകലാ വല്ലഭനായിട്ടുള്ള ഭഗവാൻ ഇതൊക്കെ അറിയേണ്ടതുണ്ടോ? ഇതൊക്കെ അഭ്യസിക്കേണ്ടതുണ്ടോ? എങ്കിലും ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. രഥത്തിലിരുന്നു കൊണ്ടും വിചരന്തം സഞ്ചരിക്കുന്നവനായ ഗദാഗ്രജം. ഗദാഗ്രജൻ ഗദൻ എന്ന അനുജന്റെ ജ്യേഷ്ഠൻ. ഭഗവാന്റെ ഒരു അനുജന്റെ പേരാണ് ഗദൻ. അതുകൊണ്ട് ഭഗവാന് ഗദാഗ്രജൻ എന്ന് പേര്. ആ ഗദാഗ്രജനെ ഒരിടത്ത് ദർശിച്ചു, മറ്റൊരിടത്തോ ക്വചിത് പര്യങ്കേ ശയാനം, വേറൊരു സ്ഥലത്ത് കട്ടിലിൽ കിടക്കുന്നവനായിട്ട് കാണുന്നു. ഉച്ചനേരത്തൊക്കെ വിശ്രമിക്കുന്നതായിരിക്കാം. ആ സമയത്ത് ചെന്നപ്പോൾ ഭഗവാൻ ഓടിച്ചെന്ന് നാരദരെ എതിരേൽക്കുന്നതും പൂജിക്കുന്നതും എല്ലാം ദർശിക്കാം. അപ്പോ പര്യങ്കേ ശയാനം ബന്ദിഭിഹി സ്തൂയമാനം. ബന്ദി എന്നുള്ളതിവിടെ വന്തി തന്നെയാണ്. വബയോർ അഭേദ എന്നുള്ള പാണിനി സൂത്രപ്രകാരം വായും ബായും ഭേദമില്ലാതെ പ്രയോഗിക്കാം. അപ്പൊ വന്തി തന്നെയാണ് ബന്ദി. വന്ദിഭിഹി സ്തൂയമാനം, വന്ദികളാൽ, സൂതമാഗത വന്ദികൾ എന്ന് പറയുന്ന രാജാക്കന്മാരെ സ്തുതിക്കുന്ന, പൂർവീകരുടെ ചരിത്രം പറഞ്ഞുകൊണ്ടും വർത്തമാനത്തിലുള്ള രാജാവിൻ്റെ പരാക്രമങ്ങൾ പറഞ്ഞുകൊണ്ടും ഇനി ചെയ്യാനുള്ള കാര്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടും അങ്ങനെ ജനങ്ങൾക്ക് എന്തെല്ലാമാണോ രാജാക്കന്മാർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തെ ഉണർത്തിക്കൊണ്ടും സ്തുതിക്കുന്നവരാണ് സൂതമാഗത വന്ദികൾ. അപ്പോൾ അങ്ങനെയുള്ളവരാൽ സ്തുതിക്കപ്പെട്ടുകൊണ്ടും. അപ്പോൾ രാവിലെ നേരത്തേക്ക് നാരദൻ ടെസ്റ്റ് ചെയ്യാൻ ചെന്നിട്ടുണ്ടാവും. ഒരു റെയ്ഡിന് ചെല്ലും പോലെ കൃഷ്ണൻ എന്താ കാണിക്കണ നോക്കട്ടെ എന്ന് പറഞ്ഞ് നേരത്തെ ചെന്നിട്ടുണ്ടാവും. അപ്പോഴാണ് ഈ സൂതമാഗത വന്ദികളൊക്കെ സ്തുതിക്കുന്നതായിട്ടുള്ള രംഗം കാണുക. അപ്പൊ അശ്വൈർഗജൈരഥൈക്വാപി വിചരന്തം ഗദാഗ്രജം ക്വചിത് ശയാനം പര്യങ്കേ സ്തൂയമാനം ച ബന്ദിഭിഃ മന്ത്രയന്തം ച കസ്മിംശ്ചിത്
മന്ത്രിഭിശ്ച ഉദ്ധവാദിഭിഃ ജലക്രീഡാരതം ക്വാപി വാരമുഖ്യാബലാവൃതം മന്ത്രയന്തം ച കസ്മിംശ്ചിത് മന്ത്രിഭിശ്ച ഉദ്ധവാദിഭിഃ ജലക്രീഡാരതം ക്വാപി വാരമുഖ്യാബലാവൃതം. കസ്മിൻശ്ചിത് ഗൃഹേ എന്നർത്ഥം. ഏതോ ഒരു ദേശത്ത് ചെന്നപ്പോൾ, ഒരു ഗൃഹത്തിൽ ചെന്നപ്പോൾ മന്ത്രിഭിഹി ഉദ്ധവാദിഭിഹി മന്ത്രയന്തം, ഉദ്ധവൻ മുതലായ മന്ത്രികളോടുകൂടി മന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ആലോചനകൾ നടത്തുക. അപ്പോൾ പലതരത്തിലുള്ള ആലോചനകൾ നടത്തുന്നതായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ക്ഷത്രിയ വീരനെ, ഒരു രാജപദവിയിലിരിക്കുന്ന ഒരാളെ പോലെ ഭഗവാൻ ഉഗ്രസേന രാജാവിന് വേണ്ടി കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് ഉദ്ധവനോട് കൂടിയിട്ട് ഭഗവാൻ എന്നർത്ഥം. അപ്പൊ ഉദ്ധവാദിഭി മന്ത്രിഭിഹി മന്ത്രയന്തം ക്വാപി വാരമുഖ്യ അബലാവൃതം ജലക്രീഡാരഥം. വേറെ ചിലയിടത്ത് ചെന്നപ്പോൾ വാരമുഖ്യകൾ എന്ന് പറഞ്ഞാൽ ദേവദാസി സ്ത്രീകൾ അല്ലെങ്കിൽ വേശ്യാ സ്ത്രീകൾ എന്നൊക്കെ അർത്ഥം. സമൂഹത്തില് പുരുഷന്മാരെ സന്തോഷിപ്പിക്കാൻ കഴിവുള്ളവരായ നർത്തകികൾ, അങ്ങനെയുള്ള പലരും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരോടുകൂടെ ജലക്രീഡാരഥം, ജലത്തിൽ ക്രീഡ ചെയ്യുന്നവനായിട്ട്, എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നവനായിട്ട് ഭഗവാനത ജലക്രീഡയിൽ രമിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ ഗൃഹത്തിലും 16,008 ഗൃഹത്തിലും കൃഷ്ണന്മാരുണ്ട്. ഇത് വേറെ പുറത്തുള്ള വാരമുഖ്യകളുമായിട്ട് കളിക്കുന്ന വേറെ കൃഷ്ണന്മാരാണ്. അതുകൊണ്ട് തന്നെ ഒരു ഭാര്യമാർക്കും ഒരു കംപ്ലൈന്റും ഇല്ല. അവരൊക്കെ ഹാപ്പിയാണ്. അവരുടെ ആവശ്യങ്ങളൊക്കെ ഭഗവാൻ കൂടെ ഇരുന്നുകൊണ്ട് നടത്തുന്നുണ്ട്. ഇത് വാരമുഖ്യകളെ സന്തോഷിപ്പിക്കാൻ ഭഗവാൻ വേറെ ഒരു ശരീരം എടുത്തുകൊണ്ട് അവരുടെ കൂടെ കളിക്കുന്നു. ഭഗവാന് എത്ര ശരീരം വേണമെങ്കിലും എടുക്കാൻ എന്താ പ്രയാസം? എത്ര കോടി ശരീരം വേണമെങ്കിലും എടുക്കാൻ എന്താ പ്രയാസം? എല്ലാ ശരീരങ്ങളും ഭഗവാന്റേതല്ലേ? എല്ലാവരുടെ ഉള്ളിലും ആത്മചൈതന്യമായിരിക്കുന്നത് ഭഗവാനല്ലേ? നമ്മളെയൊക്കെ ഭരിക്കുന്നത് ഭഗവാനല്ലേ? നമ്മുടെയൊക്കെ ഭർത്താവ് ഭഗവാൻ തന്നെയല്ലേ? അതുകൊണ്ട് വാരമുഖ്യകളുടെയും ഭർത്താവ് ഭഗവാൻ തന്നെയാണ്. അവരെ മാറ്റി നിർത്താൻ ഭഗവാനാവില്ല. ഭഗവാന്റെ കൃഷ്ണാവതാരം എന്നുള്ളത് ഓൾ ഇൻക്ലൂസീവായിട്ടുള്ളൊരു അവതാരമാണ്. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന അവതാരമാണ്. അതുകൊണ്ട് ഒരാളെയും പുറന്തള്ളുന്നില്ല. നമ്മളത് നമ്മുടെ സൈരന്ധ്രി അല്ലെങ്കിൽ കുബ്ജയെയും അനുഗ്രഹിച്ചത് കണ്ടില്ലേ ഭഗവാൻ? കുബ്ജ തന്റെ ഗൃഹത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ ഭഗവാൻ പിന്നീട് ചെന്ന് അവളെ അനുഗ്രഹിച്ച് അവൾക്കൊരു സന്താനത്തെയും കൊടുത്തു. ഉപശ്ലോകൻ എന്ന് മഹാനായിട്ടുള്ളൊരു പുത്രനെ കൊടുത്തു. ആ ഉപശ്ലോകൻ നാരദ മഹർഷിയുടെ ഗംഭീര ശിഷ്യനായി തീർന്നു. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ലീലകൾ ഭഗവാൻ ചെയ്തിട്ടുണ്ട്. ഈ കൃഷ്ണാവതാരത്തിൽ ആരെയും ഭഗവാൻ മാറ്റി നിർത്തുന്നില്ല. എല്ലാവരെയും അനുഗ്രഹിക്കുന്ന അവതാരമാണ്. ശ്രീരാമാവതാരം പോലെയുള്ള മനുഷ്യാവതാരമല്ല ഇത്. മനുഷ്യാവതാരത്തിൽ പെടുകയില്ല. മനുഷ്യരൂപം, അത്ഭുതാവതാരം. അപ്പോ ജലക്രീഡാരഥം ക്വാപി ഭാരമുഖ്യ അബലാവൃതം കുത്രചിദ്വിജമുഖ്യേഭ്യോ ദദതം ഗാഃ സ്വലംകൃതാഃ ഇതിഹാസ പുരാണാനി ശൃണ്വന്തം മംഗളാനി ച. കുത്രചിത് ദ്വിജമുഖ്യേഭ്യോ ദദതം ഗാഃ സ്വലംകൃതാഃ ഇതിഹാസ പുരാണാനി ശൃണ്വന്തം മംഗളാനി ച. കുത്രചിത് ഒരിടത്ത് ചെന്നപ്പോൾ, ദ്വിജമുഖ്യേഭ്യഃ ബ്രാഹ്മണശ്രേഷ്ഠന്മാർക്കായിക്കൊണ്ട് സ്വലംകൃതാഃ ഗാഃ ദദതം നല്ലതുപോലെ അലങ്കരിച്ച പശുക്കളെ ദാനം ചെയ്യുന്നവനായിട്ടും. അപ്പൊ കൊമ്പ് സ്വർണം കൊണ്ട് കെട്ടി, കുളമ്പ് വെള്ളി കൊണ്ട് കെട്ടി, കഴുത്തിലൊക്കെ സ്വർണ്ണ ആഭരണങ്ങൾ ധരിച്ച്, മാലകൾ ധരിച്ച്, പട്ടുവസ്ത്രങ്ങൾ പുതച്ച്, ഇങ്ങനെയൊക്കെയാണ് അലങ്കാരത്തോടുകൂടി പശുക്കളെ ദാനം ചെയ്യുക. അങ്ങനെ സ്വലംകൃതാഃ ഗാഃ ദദതം. വേറെ ചിലത്ത് മംഗളാനി ഇതിഹാസ പുരാണാനി ശൃണ്വന്തം. വേറൊരു ഗൃഹത്തിൽ ചെന്നപ്പോൾ അവിടെ
പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ ഭഗവാനെ കേൾപ്പിക്കാനായിക്കൊണ്ട് ഇതിഹാസങ്ങളും പുരാണങ്ങളും മംഗളങ്ങളായിട്ടുള്ളവ നന്നായി കേൾപ്പിക്കുന്നുണ്ട്, വായിച്ചു കേൾപ്പിക്കുന്നുണ്ട്. ഭഗവാൻ അതൊക്കെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നവനായിട്ട്. അപ്പോൾ ഉച്ചനേരത്തൊക്കെ നേരം പോക്കായിട്ട് ഗൃഹത്തിൽ ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യണം എന്ന് ഗൃഹസ്ഥനായ ഭഗവാൻ ലോകത്തിന് കാണിച്ചു തരുന്നു. ഇതിഹാസ പുരാണങ്ങൾ ശ്രവിക്കുന്നവനായിട്ടും ഹസന്തം ഹാസ്യകഥയാ കഥാചിത് പ്രിയയാ ഗൃഹേ ക്വാപി ധർമ്മം സേവമാനം അർത്ഥകാമൗ ച കുത്രചിത്. ഹസന്തം ഹാസ്യകഥയാ കഥാചിത് പ്രിയയാ ഗൃഹേ ക്വാപി ധർമ്മം സേവമാനം അർത്ഥകാമൗ ച കുത്രചിത്. കഥാചിത് ഒരിക്കൽ, പ്രിയയാ ഗൃഹേ ഹാസ്യകഥയാ ഹസന്തം, ഒരു ഗൃഹത്തിൽ ചെന്നപ്പോൾ പ്രിയതമയായ ഭാര്യയോടുകൂടെ ഗൃഹത്തിൽ ഹാസ്യകഥയാ ഹസന്തം, ഹാസ്യങ്ങൾ കഥനം ചെയ്തുകൊണ്ട് തമാശകൾ പറഞ്ഞുകൊണ്ട് ഭാര്യയെ സന്തോഷിപ്പിച്ച് താനും ചിരിക്കുന്നതായിട്ട് കാണുന്നു. അപ്പൊ ഇതുമൊക്കെ വേണ്ടതാണ്. ഭാര്യമാരുമായി നർമ്മം പറഞ്ഞ് നേരം കളയേണ്ടതാണ്. ഇപ്പൊ ഹാസ്യകഥയാ ഹസന്തം ക്വാപി ധർമ്മം കുത്രചിത് അർത്ഥകാമൗ സേവമാനം, ഒരിടത്ത് ധർമ്മത്തെ സേവിക്കുന്നവനായിട്ടും മറ്റൊരിടത്ത് അർത്ഥകാമങ്ങളെ സേവിക്കുന്നവനായിട്ടും കണ്ടു. അപ്പൊ ധർമ്മം എന്ന് പറഞ്ഞത് മുമ്പേ പറഞ്ഞ സന്ധ്യാവന്ദനാദികള്, ദാനധർമാദികള്, ഒരു മനുഷ്യൻ ചെയ്യേണ്ട നിത്യനൈമിത്തിക കർമ്മങ്ങളൊക്കെ ധർമ്മത്തിന്റെ ഭാഗമായി ചെയ്യുന്നു. വേറെടുത്ത് അർത്ഥകാമവും എന്ന് പറഞ്ഞാൽ സന്തോഷിക്കാൻ വേണ്ടി ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ, അതാണ് നേരം പോക്കുകൾ, ജലക്രീഡ, അല്ലെ, ബാലസ്ത്രീകളുമായിട്ടുള്ള കളികൾ, പുരാണ ഇതിഹാസങ്ങൾ, ഇതൊക്കെ ആസ്വദിക്കുന്നത്, ഇതൊക്കെ അർത്ഥകാമങ്ങളിൽ പെട്ടതാണ്. അങ്ങനെ ചിലയിടത്ത് ധർമ്മപ്രവൃത്തികൾ ചെയ്യുന്നു, ചിലയിടത്ത് അദ്ദേഹത്തിന്റെ ജീവിതം ആസ്വദിക്കുന്നതായിട്ട് കാണുന്നു. ധ്യായന്തം ഏകമാസീനം പുരുഷം പ്രകൃതേഃ പരം ശുശ്രൂഷന്തം ഗുരൂൻ ക്വാപി കാമൈർഭോഗൈ സപര്യയാ. ധ്യായന്തം ഏകമാസീനം പുരുഷം പ്രകൃതേഃ പരം ശുശ്രൂഷന്തം ഗുരൂൻ ക്വാപി കാമൈർഭോഗൈ സപര്യയാ. ഒരിടത്ത് ചെന്നപ്പോൾ ധ്യായന്തം, ധ്യാനിച്ചിരിക്കുകയാണ്, ഏകനായിരുന്നു കൊണ്ട്, ഏകം ആസീനം ദദർശ, ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ധ്യാനനിരതനായിരിക്കുന്ന കൃഷ്ണനെ നാരദൻ കണ്ടു. ആരെയാണ് ധ്യാനിക്കുന്നത്? പ്രകൃതേഹേ പരം പുരുഷം ധ്യായന്തം, പ്രകൃതിക്ക് അപ്പുറത്തുള്ള അതീതനായിരിക്കുന്ന പുരുഷനെ, ആ പരമപുരുഷനെ, പുരുഷോത്തമനെ ധ്യാനിക്കുന്നതായിട്ടുള്ള ആ ധ്യാനനിരതനായിരിക്കുന്ന കൃഷ്ണനെ ഒരിടത്ത് കണ്ടു. ക്വാപി ഗുരൂൻ ശുശ്രൂഷന്തം, ചിലടത്ത് ഗുരുക്കന്മാരെ ശുശ്രൂഷിക്കുന്നതായിട്ട്. ഇവിടെ ഗുരുക്കന്മാരെന്ന് പറഞ്ഞാൽ മുതിർന്നവർ, വൃദ്ധന്മാർ, എല്ലാവരും തന്നെ ഗുരുക്കന്മാരാണ്. അച്ഛന്റെ ജ്യേഷ്ഠന്മാര്, സഹോദരന്മാര്, അമ്മയുടെ സഹോദരന്മാരെന്ന് പറഞ്ഞവരെല്ലാം ഗുരുക്കന്മാരാണ്. അപ്പൊ അങ്ങനെയുള്ള മുതിർന്നവരെയൊക്കെ സേവിക്കുന്നു. എങ്ങനെയൊക്കെ? കാമൈർ ഭോഗൈ സപര്യയാ, അവർക്ക് എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ അത് സാധിച്ചു കൊടുത്തുകൊണ്ട്, അവർക്ക് എന്തൊക്കെ ഭോജ്യങ്ങളാണ് വേണ്ടത് അതൊക്കെ കൊണ്ടു കൊടുത്തുകൊണ്ട്, സപര്യയ, അവരെ പൂജിച്ചുകൊണ്ട്, അവരെ എന്താ പറയുക, കാല് കഴുകി കൊടുത്തോ, അവരുടെ കാല് മസാജ് ചെയ്തു കൊടുത്തോ, അവർക്ക് വീശിക്കൊടുത്തോ, ഇങ്ങനെ മുതിർന്നവരെ സേവിക്കുന്ന കൃഷ്ണനെ കാണാം. ഇത് ലോകത്തിന് മാതൃകയാണ്. നമ്മളും നമ്മുടെ വീട്ടിലുള്ള മുതിർന്നവരെ, അച്ഛനമ്മമാരെ, അല്ലെങ്കിൽ മുത്തശ്ശൻ മുത്തശ്ശിമാരെ, അല്ലെങ്കിൽ അവരുടെയൊക്കെ സഹോദരങ്ങൾ, കസിൻസൊക്കെ നമ്മുടെ ഗൃഹത്തിൽ വരുമ്പോൾ അവരെയൊക്കെ എങ്ങനെ ശുശ്രൂഷിക്കണം എന്ത് ആ ഭഗവാൻ കാണിച്ചു തരുന്നു. അവർക്ക് ആവശ്യമുള്ളതായിട്ടുള്ള പദാർത്ഥങ്ങളെ നൽകിക്കൊണ്ട്, അവർക്ക് വസ്ത്രങ്ങൾ നൽകിക്കൊണ്ട്, അവർക്ക് പഴങ്ങൾ നൽകിക്കൊണ്ട്, അവർക്ക് നല്ല ഭക്ഷണം കൊടുത്തുകൊണ്ട്, അവരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒക്കെ ഭഗവാൻ ബന്ധുക്കളെ, ഗുരുക്കന്മാരെയൊക്കെ പൂജിക്കുന്നു. ശുശ്രൂഷന്തം ഗുരൂൻ ക്വാപി കാമൈർ ഭോഗൈ സപര്യയാ. കുർവന്തം വിഗ്രഹം കൈശ്ചിത് സന്ധ്യം ചാന്യത്ര കേശവം കുത്രാപി സഹ രാമേണ ചിന്തയന്തം സതാം ശിവം. കുർവന്തം വിഗ്രഹം കൈശ്ചിത്
സന്ധിം ചാന്യത്ര കേശവം കുത്രാപി സഹരാമേണ ചിന്തയന്തം സദാം ശിവം. നാരദൻ എല്ലായിടത്തും രഹസ്യമായിട്ടൊക്കെ പോയി കാണും. എന്തൊക്കെയാ ചെയ്യണമെന്ന് നോക്കട്ടെ എന്ന്. അപ്പോൾ കൈശ്ചിത വിഗ്രഹം, ചിലരോട് കലഹിക്കുന്നത്, അല്ലേ, യുദ്ധം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ആളുകളെ വഴക്ക് പറയേണ്ടവരെ കലഹിക്കേണ്ടവരോടും കലഹിക്കുന്നതായിട്ടുള്ള കൃഷ്ണനെ കാണാം. ഒരു ഗൃഹസ്ഥൻ ആവശ്യം വേണ്ടി വന്നാൽ എല്ലായിടത്തും ശമം മാത്രം കൊണ്ട് കാര്യമാവില്ല. അപ്പോൾ ദുഷ്ടന്മാരായിട്ടുള്ളവരോട്, പറഞ്ഞാൽ മനസ്സിലാവാത്തവരോടൊക്കെ തർക്കിക്കേണ്ടി വരും, ചിലപ്പോൾ വഴക്ക് പറയേണ്ടി വരും, ചിലപ്പോൾ അവരെ പ്രഹരിക്കേണ്ടി വരും, ചിലപ്പോൾ ആയുധം കൊണ്ട് തന്നെ അവരെ കൈകാര്യം ചെയ്യേണ്ടി വരും. ഇതൊക്കെ കാണിക്കാൻ വേണ്ടി ഭഗവാൻ കൈശ്ചിത വിഗ്രഹം കുർവന്തം, ചിലരോട് കലഹം യുദ്ധം മുതലായത് ചെയ്യുന്നവനായിട്ടും, അന്യത്ര സന്ധിം, വേറൊരിടത്ത് ചെല്ലുമ്പോൾ കോംപ്രമൈസ് ചെയ്യുന്ന കൃഷ്ണനെ കാണാം. ചിലരോട് സന്ധി. അപ്പോൾ ആളുകളെ തരം നോക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത് എന്ന് ലോകത്തെ കാണിച്ചു കൊടുക്കുന്നു. എല്ലാവരോടും കലഹം ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാവരോടും സന്ധി ചെയ്യാനും പറ്റില്ല. അപ്പോൾ അന്യത്ര സന്ധ്യം കുർവന്തം കേശവം, കേശവനെ ദർശിച്ചു. കുത്രാപി, വേറൊരിടത്ത് രാമേണ സഹ സദാം ശിവം ചിന്തയന്തം, രാമനോടുകൂടെ, ബലരാമസ്വാമിയോടുകൂടെ സദാം ശിവം, സജ്ജനങ്ങൾക്ക് എന്ത് നന്മ ചെയ്യാം, എങ്ങനെയായാൽ നന്മയുണ്ടാകും, ഈ വിഷയത്തെക്കുറിച്ച് ഏട്ടനുമായിട്ട് ചിന്തയന്തം കേശവം, ചിന്തിക്കുന്നവനായ കേശവനെ കണ്ടു. എല്ലാ കാര്യങ്ങളിലും ഭഗവാന്റെ കണ്ണെത്തുന്നുണ്ട്, പ്രവൃത്തി എത്തുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും പരിഗണിക്കുന്നുണ്ട്. അല്ലാതെ സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറഞ്ഞിരിക്കുന്ന ഇന്നത്തെ ഗൃഹസ്ഥന്മാരെ പോലെയല്ല. സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ കണ്ണും കാതും തുറന്ന് ബോധമുള്ളവരായിരിക്കുക ഭഗവാനെ പോലെ. എന്നിട്ട് നന്മകളെ രക്ഷിക്കാൻ, ധർമ്മത്തെ രക്ഷിക്കാൻ, സജ്ജനങ്ങളെ രക്ഷിക്കാൻ നമ്മൾക്ക് എന്തു ചെയ്യാൻ പറ്റും എന്ന് ഓരോരുത്തരും എപ്പോഴും ചിന്തിക്കണം, ആവുന്ന പ്രവൃത്തികൾ ചെയ്യണം. ഇതാണ് ഭഗവാൻ തന്നെ കാണിച്ചു തരുന്നത്. ഇങ്ങനെയാണ് ലോകക്ഷേമത്തെക്കുറിച്ച് ചിന്തയുണ്ടാവണം. ആത്മനോ മോക്ഷായ ജഗദ്ഹിതായ ച എന്ന ജീവിത രീതി എല്ലാവരും സ്വീകരിക്കണം. നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ മാർഗം മോക്ഷത്തിലേക്കുള്ള മാർഗമാണ്. നമ്മൾ അതിൽ നിന്ന് വഴുതി വീഴാൻ പാടില്ല, പിന്തിരിയാൻ പാടില്ല. മോക്ഷമാണ് നമ്മുടെ ലക്ഷ്യം. അതിന് അനുകൂലമായിട്ടുള്ള സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ, ലോകക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യേണ്ടതാണ്. അത് നമുക്ക് ചിത്തശുദ്ധിയെ നൽകുന്നതാണ്, വിശാല ഹൃദയത്തെ നൽകുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ചുരുങ്ങി 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 ഒന്നുമില്ലാതെയാവും. ആർക്കും ഒന്നും ചെയ്യാത്തവർ സങ്കുചിത ബുദ്ധികളാണ്. ആ സങ്കുചിത ബുദ്ധിക്ക് ബ്രഹ്മത്തെ ഉൾക്കൊള്ളാൻ വലുപ്പമില്ലാതെയാവും. ബ്രഹ്മം എന്നത് എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന ഏറ്റവും വലിയതായിട്ടുള്ള ആ സത്യമാണ്. അതിനെ ഉൾക്കൊള്ളണമെങ്കിൽ നിങ്ങളുടെ ഹൃദയം വലുതാവണം, മനസ്സ് വലുതാവണം. അതിനുള്ള അഭ്യാസമാണ് ഈ ലോകത്തെ ഉൾക്കൊണ്ടുകൊണ്ട്, ചുറ്റുപാടുകളെ ഉൾക്കൊണ്ടുകൊണ്ട്, എല്ലാവരോടും സഹകരിച്ചുകൊണ്ട്, എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ട് ഉള്ള ജീവിതം. അങ്ങനെ ആയാൽ മാത്രമേ ഈശ്വരനെ ഉൾക്കൊള്ളാനാവുള്ളൂ. അടുത്തിരിപ്പോർ അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർക്ക് അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. അതുകൊണ്ട് ആദ്യം സർവാത്മഭാവം വരണം. സർവാത്മഭാവം വരുന്നവർക്ക് മാത്രമേ ബ്രഹ്മാത്മഭാവം വരികയുള്ളൂ. ബ്രഹ്മാത്മഭാവത്തിലേക്ക് നമ്മൾ ഉയരണമെങ്കിൽ സർവാത്മഭാവത്തിലേക്ക് ആദ്യം ഉയരണം. ആദ്യത്തെ പടി സർവാത്മഭാവമാണ്. അത് കഴിഞ്ഞിട്ടാണ് ഏറ്റവും ഉന്നതമായ ബ്രഹ്മാത്മഭാവം. ഇൻഡിവിജ്വാലിറ്റി ടു ടോട്ടാലിറ്റി, ടോട്ടാലിറ്റി ടു റിയാലിറ്റി, ഇതാണ് പടികൾ. അതുകൊണ്ട് സങ്കുചിത ചിന്തയോടെ സ്വന്തം ഗൃഹത്തിൽ സ്വന്തം കാര്യം മാത്രം നോക്കി കിണറ്റിലെ തവളകളെ പോലെ കഴിയാതിരിക്കുക.
ഇതാണ് ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നത്, നമ്മുടെ ധർമ്മം നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ കുത്രാപി സഹ രാമേണ ചിന്തയന്തം സദാം ശിവം. നമ്മൾ ഹിന്ദുക്കൾ ഇങ്ങനെ സങ്കുചിതരായി ഓരോരുത്തരും ഒരു ദ്വീപായി തീർന്നു. ഇതുതന്നെയാണ് മറ്റുള്ളവർ നമ്മളെ മുതലെടുക്കുന്നതിന് കാരണം. മറ്റു മതസ്ഥരാകട്ടെ രാഷ്ട്രീയക്കാരാകട്ടെ നമ്മളെ മുതലെടുക്കുന്നതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം നമ്മൾ ഓരോരുത്തരും ഓരോ സങ്കുചിത ദ്വീപുകളായി തീർന്നു. അടുത്തുള്ള വീട്ടിൽ ആരാണെന്ന് അറിയുന്നില്ല, അവരുടെ കഷ്ടപ്പാടുകൾ എന്താണെന്നറിയുന്നില്ല. അപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടവരാണ്. നമ്മളെ ആക്രമിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ്, ചവിട്ടിത്തേക്കാൻ എല്ലാവർക്കും എളുപ്പമാണ്. മറ്റു മതസ്ഥരെ കണ്ടുപഠിക്കുക, ആ കാര്യത്തിൽ അവരെ മാതൃകയാക്കുക. അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള കൗൺസിലിങ്ങുകളുണ്ട്. എവിടെ? അവരുടെ പള്ളികളിൽ പോകുമ്പോൾ ഞായറാഴ്ച ക്ലാസ്സുകൾ, മറ്റുള്ളവർക്ക് ദിവസവും ക്ലാസ്സുകൾ, അല്ലേ? അവർക്ക് ദിവസവും എന്ന് പറഞ്ഞ പോലെ വേണ്ട ട്രെയിനിങ് കൊടുത്ത് അവരുടെ ആർക്കെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ എല്ലാവരും ഒന്നിച്ച് പറന്നെത്തുന്നു. എല്ലാവരും ഒന്നിച്ചാണ്, അല്ലേ? ഒരു ക്രിസ്ത്യൻ പള്ളിയിലാവട്ടെ, ആ ഇടവകയിലെ ഒരു ഗൃഹത്തിൽ ആരെങ്കിലും മരിച്ചാൽ ആ ഇടവകയിലെ എല്ലാവരും പങ്കെടുക്കണം. അവരുടെ എല്ലാ പണികളും നിർത്തിവെച്ച് എത്ര ജനങ്ങളുണ്ടോ ആ ഇടവകയിൽ എല്ലാവരും അതിൽ പങ്കുചേർന്ന ഒരു ഘോഷയാത്രയായിട്ട് അവരുടെ ശോകയാത്ര നടക്കുന്നത് കാണാം. മുസ്ലിങ്ങളുടെ കാര്യം പറയേണ്ടതില്ല, അവരതിലും മേലെയാണ്. ഹിന്ദുക്കളോ, ഒരു വീട്ടിൽ ആരെങ്കിലും മരിച്ചാൽ അത് അവരുടെ പ്രശ്നം, നമ്മൾക്ക് നമ്മുടെ തിരക്കുകൾ, അത് കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ നോക്കാം, അല്ലേ? ചിന്തിക്കുക. നമ്മുടെ എന്താ പറയുക, മരണ യാത്രകൾ ഘോഷയാത്രകളാണോ അതോ ശോകയാത്രകളാണോ അതോ ഛിന്ന ഭിന്നമായിട്ടുള്ള ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത കുറേ ആൾക്കാരുടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടലുകൾ. അതിലൊന്നും ഒരു അച്ചടക്കവും കാണാറില്ല. ഓരോരുത്തർക്കും തോന്നിയതുപോലെ എന്തൊക്കെയോ കാണിക്കുന്നു. ഇതൊക്കെ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ട് ഒരു എല്ലാവരും കൂടി ചേർന്ന് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് അതാത് സന്ദർഭങ്ങളിൽ. അപ്പം അതൊക്കെ എന്നാണാവോ ഇനി തിരിച്ചു വരിക? ചിന്തിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഈ ഹിന്ദുക്കൾ എല്ലായിടത്തും ചവിട്ടി തേച്ച് അരച്ച് ചമ്മന്തിയാക്കപ്പെടുന്നത്. നമ്മളൊക്കെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് എന്ത് പറഞ്ഞാലും ആരും കേൾക്കില്ല. ആരെങ്കിലും നമ്മുടെ ശബ്ദം കേൾക്കണമെങ്കിൽ ഒന്നിച്ച് ശബ്ദിക്കണം. നമ്മുടെ ഹൈന്ദവമായിട്ടുള്ള കാര്യങ്ങളെ മറ്റുള്ളവർ നിന്ദിക്കുമ്പോൾ, ആക്രമിക്കുമ്പോൾ, അതിനെതിരെ നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും കൂടി അതിനെതിരെ ശബ്ദിച്ചാലേ അതിന് ഫലം ഉണ്ടാവുള്ളൂ. ശബരിമലയിൽ പ്രശ്നമുണ്ടായപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ച് കുറച്ചു കാലം നാമജപങ്ങളും സമരങ്ങളുമൊക്കെ ആയിട്ട് അതിനെ എതിർത്തു. അതുകൊണ്ട് അതിൻ്റെ കുറേയൊക്കെ ബലം കണ്ടു. അതിനുശേഷം പിന്നീട് കോടതിയിലുള്ള കളികൾ മാത്രമായി, ആക്രമങ്ങൾ കുറഞ്ഞു. അതുപോലെ എവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവോ അവിടെയൊക്കെ ഒന്നിച്ചു നിന്നാൽ അങ്ങനെ എളുപ്പത്തിൽ ചവിട്ടിത്തേക്കാൻ പറ്റില്ല. പറഞ്ഞു വന്നത്, നമ്മൾ ഒരു സമൂഹം എന്നുള്ള രീതിയിൽ എല്ലാവരുടെ കാര്യങ്ങളും അന്വേഷിക്കണം, എല്ലാവരുടെ യോഗക്ഷേമങ്ങളെക്കുറിച്ചും ചിന്തിക്കണം. കുർവന്തം വിഗ്രഹം കൈശ്ചിത് സന്ധ്യം ചാന്യത്ര കേശവം കുത്രാപി സഹ രാമേണ ചിന്തയന്തം സദാം ശിവം പുത്രാണാം ദുഹിതॄണാം ച കാലേ വിദ്യുപയാപനം ദാരൈർവരൈസ് തത്സദൃശൈഃ കൽപ്പയന്തം വിഭൂതിഭിഃ. പുത്രാണാം ദുഹിതॄണാം ച കാലേ വിദ്യുപയാപനം ദാരൈർവരൈസ് തത്സദൃശൈഃ കൽപ്പയന്തം വിഭൂതിഭിഃ.
പുത്രാണാം ദുഹിതൃണാം കാലേ തൽ സദൃശൈഹി ദാരൈഹി വരൈഹി വിദ്യുപായാപനം. വിധിപ്രകാരമുള്ള ഉപയാപനം. ഉപയാപനം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിപ്പിച്ചു കൊടുക്കൽ. വരനെയോ വധുവിനെയോ ചേർത്ത് വെക്കൽ. ഇവിടെ പുത്രാണാം ദുഹിതൃണാം രണ്ടു കൂട്ടരെയും പറഞ്ഞു. ഭഗവാന് പുത്രന്മാരുമുണ്ട്, ദുഹിതാക്കളുമുണ്ട്, പെൺകുട്ടികളുമുണ്ട്. അപ്പോൾ പുത്രന്മാർക്ക് എന്തു വേണം? കാലേ. കാലേ എന്ന് പറഞ്ഞാൽ യഥാകാലേ വിവാഹകാലേ, വിവാഹപ്രായമായിട്ടുള്ള കുട്ടികൾക്ക് തൽ സദൃശൈഹി, അവർക്ക് സദൃശന്മാരായിരിക്കുന്ന ദാരൈഹി വരൈഹി. ഇവിടെ ദാരങ്ങൾ എന്ന് പറഞ്ഞാൽ പുത്രന്മാർക്ക് ദാരങ്ങളും ദുഹിതൃണാം വരൈഹി, പെൺമക്കൾക്ക് വരന്മാരെ കൊണ്ടും പുത്രന്മാർക്ക് ദാരങ്ങൾ അഥവാ വധുക്കളെ കൊണ്ടും ഭാര്യമാരെ കൊണ്ടും വിധിപ്രകാരമുള്ള ഉപയാപനം, വിവാഹം കഴിപ്പിക്കുക, അവരുടെ പരസ്പരം യോജിപ്പിക്കുക, പ്രാപിപ്പിക്കുക എന്നർത്ഥം. ദമ്പതികളാക്കി തീർക്കുക, നല്ല പ്രായത്തിൽ തന്നെ അവരെ വിവാഹം കഴിച്ചയക്കുക എന്നുള്ളതാണ് ഭഗവാൻ ചെയ്യുന്നത്. ഇപ്പോൾ വിദ്യുപയാപനം അത് നല്ല പ്രായത്തിൽ തന്നെ നടക്കട്ടെ എല്ലാ വീടുകളിലും. ഇപ്പോൾ വൈകിയാണ് ഹിന്ദു ഗൃഹങ്ങളിൽ നടക്കുന്നത്. വൈകിയാവുന്നതോടുകൂടിയിട്ട് അവരുടെ എന്താ പറയുക, ഫെർട്ടിലിറ്റി കുറഞ്ഞു വരും. സന്തതികൾ ഉണ്ടാവാൻ വലിയ വിഷമങ്ങൾ ഉണ്ടാകും. പണ്ടാണെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞാൽ തന്നെ പെൺകുട്ടികളെ വിവാഹം കഴിക്കും. 19-ാം വയസ്സിൽ ഈസി ആയിട്ട് പ്രസവിക്കും. 10-30 വയസ്സാകുമ്പോഴേക്കൊക്കെ 2-3 കുട്ടികളായി സുഖമായിട്ട് കാര്യം കഴിഞ്ഞിട്ടുണ്ടാകും. ഇവിടെ 30 വയസ്സിലാണ് കല്യാണം ആലോചിക്കുന്നത്. 35 വയസ്സിൽ നടന്നു. അത് കഴിഞ്ഞ് കുട്ടി വേണോ വേണ്ടയോ എന്ന് ആലോചിക്കുന്നു. 40-ൽ പിന്നെ കുട്ടി ഉണ്ടാവണമെങ്കിൽ ഒരുപാട് കഷ്ടങ്ങൾ, ഒരുപാട് പലതരത്തിലുള്ള ചികിത്സകളൊക്കെ വേണ്ടിവരും, പ്രശ്നങ്ങളൊക്കെ വേണ്ടിവരും, ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരും. വേണമെന്ന് വിചാരിച്ചാലും ചിലപ്പോൾ കിട്ടില്ല. അതുകൊണ്ട് നല്ല സമയത്ത് കുട്ടികളെ വിവാഹം കഴിപ്പിക്കുക. പഠിക്കലൊക്കെ പിന്നെയും പഠിപ്പിക്കാം. നല്ല വരുമാനമുള്ള ഒരു പുരുഷനെ കണ്ടെത്തി അവൻ്റെ സ്വഭാവവും കാര്യങ്ങളും പശ്ചാത്തലവുമെല്ലാം പരിശോധിച്ച് ഈ കുട്ടിയെ പഠിപ്പിക്കും, അവൾക്ക് ആവശ്യമുള്ളത്ര പഠിക്കാൻ താല്പര്യമുള്ളത്ര പഠിപ്പിക്കും എന്നും കൂടി ഉറപ്പിച്ച് വിവാഹം കഴിപ്പിക്കാം. പഠനത്തിന് മുൻതൂക്കം കൊടുക്കുന്നു. ഒപ്പം സന്തതികൾ ഉണ്ടാവുകയാണെങ്കിൽ അത് നടക്കട്ടെ. ആ പഠനത്തിൻ്റെ ഇടയിൽ ഒരു ബ്രേക്ക് വന്നാലും സന്തതിക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അത് മറ്റുള്ള മതസ്ഥരെ കണ്ടു പഠിക്കണം. നമ്മൾ വിവാഹം കഴിക്കുമ്പോഴേക്കും അവർ മുത്തശ്ശിമാരായിട്ടുണ്ടാവും. 2 തലമുറ ജനിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. ഇവിടെ 35-ാം വയസ്സിൽ വിവാഹം കഴിക്കാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ 18 വയസ്സിൽ കഴിച്ചവർക്ക് 18 വയസ്സുള്ള മകളുണ്ടായി. ആ മകൾ പ്രസവിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. 18 അതിനു മുമ്പ് അവർ വിവാഹം കഴിക്കാറുണ്ട്. ഇപ്പോൾ 2 തലമുറ അവിടെ ഉണ്ടായി കഴിയുമ്പോഴാണ് ഇവിടെ വേണോ വേണ്ടേന്ന് ആലോചിക്കുന്നത്. പിന്നെ എങ്ങനെ ജനസംഖ്യയിൽ വലിയ ഗ്യാപ്പ് ഉണ്ടാവാതിരിക്കും? ഇവിടെ ഇപ്പോൾ ഒരാണും പെണ്ണും ചേർന്നാൽ ദമ്പതികൾ 2 പേര്. 2 പേരും കൂടി ഇപ്പോൾ ഒരു കുട്ടിയെ ജനിച്ചാലോ എവിടേക്കാണ് അതിൻ്റെ പോക്ക്? ജനസംഖ്യ താഴോട്ടാണ് അതിൻ്റെ സൂചിമുന പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു പിരമിഡ് പോലെ മുകളിലോട്ട് പോകുമ്പോൾ നമ്മൾ താഴോട്ടേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്നു. ചിന്തിക്കുക. അപ്പോൾ നല്ല പ്രായത്തിൽ വിവാഹങ്ങളൊക്കെ നടക്കട്ടെ. ഇവിടെ ഭഗവാൻ അത് കാണിച്ചു തരുന്നു. പുത്രാണാം ദുഹിതൃണാം ച കാലേ വിദ്യുപയാപനം ദാരൈർവരൈസ്തൽ സദൃശൈഹി കൽപ്പയന്തം വിഭൂതിഭിഹി പ്രസ്താപനോപാനയനൈഹി അപത്യാനാം മഹോത്സവാൻ വീക്ഷ്യ യോഗേശ്വരേശസ്യ യേഷാം ലോകാ വിസ്മരേ. പ്രസ്താപനോപാനയനൈഹി അപത്യാനാം മഹോത്സവാൻ
വീക്ഷ്യ യോഗേശ്വരേശസ്യ യേഷാം ലോകാ വിസ്മിരേ. പ്രസ്താപന ഉപാനയനൈഃ യോഗേശ്വരസ്യ യേഷാം അപത്യാനാം യാൻ മഹോത്സവാൻ വീക്ഷ്യ ലോകാഃ വിസ്മിരേ. ഭഗവാന്റെ ഇത് സിസ്റ്റമാറ്റിക്കായിട്ട് ഓരോന്നും മക്കളെക്കുറിച്ച് ചെയ്തു വരുന്നതെല്ലാം കണ്ട് ലോകം വിസ്മയിക്കുന്നു, എല്ലാവരും കണ്ടു വിസ്മയിക്കുന്നു എന്നാണ്. പ്രസ്താപനം എന്ന് പറഞ്ഞാൽ പെൺമക്കളെ വിവാഹം കഴിപ്പിച്ച് യാത്രയാക്കുക, അവർക്ക് സമ്പത്തൊക്കെ കൊടുത്ത്, സ്ത്രീധനം എന്ന് നമ്മൾ വിളിക്കുന്ന സമ്മാനങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ച് ഭർത്താവിൻ്റെ ഗൃഹത്തിലേക്ക് അയക്കുന്ന പരിപാടിയാണ് പ്രസ്താപനം. അതുപോലെ ഉപാനയനം എന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ടുവരവാണ്, പെൺകുട്ടികളെ വിവാഹം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരവ്, അതാണ് ഇവിടുത്തെ ഉപാനയനം. ആനയനമാണ്, സമീപത്തേക്ക് കൂട്ടിക്കൊണ്ടുവരിക. മറ്റേ ഉപനയനമല്ല. ഉപനയനമൊക്കെ നേരത്തെ കഴിഞ്ഞ കുട്ടികൾ വിവാഹം കഴിഞ്ഞ് ആൺകുട്ടികൾ പെൺകുട്ടികളെ മറ്റ് ദേശങ്ങളിൽ നിന്ന് ഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരവ്, അതാണ് പ്രസ്താപനം, പുറപ്പെടുവിക്കൽ, ഉപാനയനം, കൂട്ടിക്കൊണ്ടുവരൽ. ഇതുകൊണ്ട് യോഗേശ്വരേശസ്യ യേഷാം അപത്യാനം, യോഗേശ്വരന്മാർക്കും ഈശ്വരനായ ഏതൊരു ഭഗവാന്റെ അപത്യാനാം, ഏതൊരു സന്താനങ്ങളുടെ യാൻ മഹോത്സവാൻ വീക്ഷ്യ, ഓരോ മഹോത്സവങ്ങളെയും കണ്ടിട്ട്. എന്നും ഇവിടെ ദ്വാരകയിൽ മഹോത്സവമായിരിക്കും അല്ലേ. 16,008 ഭാര്യമാരുടെ മക്കള് എന്ന് പറയുമ്പോൾ അവർക്കൊക്കെ 10 ആമക്കളും ഓരോ പെൺമക്കളും എന്ന് പറഞ്ഞാൽ വിവാഹമില്ലാത്ത ദിവസം ഉണ്ടാവില്ല. അപ്പൊ അത്രയും മഹോത്സവമായിട്ടാണ് അവിടെ എന്നും ദ്വാരകയിൽ നടക്കുന്നത്. അങ്ങനെയുള്ള അപത്യാനാം യാൻ മഹോത്സവാൻ വീക്ഷ്യ, ആ മഹോത്സവങ്ങളെ കണ്ടിട്ട് ലോകാഹ വിസ്മിരേ, ലോകരെല്ലാരും വിസ്മയിച്ചു, ആശ്ചര്യം കൂറി, അത്ഭുതം 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 എന്ന്. ലക്ഷ്മീനാഥനായ ഭഗവാന് എന്തിനെങ്കിലും കുറവുണ്ടോ? എല്ലാം സമൃദ്ധമായിട്ട് ഐശ്വര്യപൂർണമായിട്ട് തൻ്റെ മക്കളുടെ വിവാഹങ്ങളൊക്കെ ഗംഭീരമായി ആഘോഷിക്കുന്നു. യജന്തം സകലാൻ ദേവാൻ ക്വാപി ക്രതുഭിർ ഊർജിതൈഃ പൂർത്തയന്തം ക്വചിദ്ധർമ്മം കൂപാരാമമഠാദിഭിഃ. യജന്തം സകലാൻ ദേവാൻ ക്വാപി ക്രതുഭിർ ഊർജിതൈഃ പൂർത്തയന്തം ക്വചിദ്ധർമ്മം കൂപാരാമമഠാദിഭിഃ. ക്വാപി ഊർജിതൈഃ ക്രതുഭിഃ സകലാൻ ദേവാൻ യജന്തം. ക്വാപി ഒരിടത്ത്, ചിലയിടത്ത് ഒക്കെ അർത്ഥമാണ്. ഊർജിതൈഃ ക്രതുഭിഃ, ക്രതുക്കൾ യാഗങ്ങൾ, ഊർജിതങ്ങൾ എന്ന് പറഞ്ഞാൽ സമൃദ്ധങ്ങളായത്, ഉത്കൃഷ്ടങ്ങളായത്, എല്ലാ സമൃദ്ധിയോടും കൂടിയ യാഗങ്ങളെ കൊണ്ട് സകലാൻ ദേവാൻ യജന്തം, എല്ലാ ദേവന്മാരെയും യജിക്കുന്നു. ആരാ? ദേവാദിദേവൻ, ദേവാദിദേവനായ ഭഗവാൻ. ഏതൊരു ഭഗവാന്റെ അടുത്തേക്കാണോ സകല ദേവന്മാരുടെയും നമസ്കാരം ചെന്നെത്തുന്നത്, ആ ഭഗവാൻ ഇവിടെ ദേവന്മാരെ യജിക്കുന്നു, പൂജിക്കുന്നു. അതെല്ലാം ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ക്വചിത് കൂപ ആരാമ മഠാദിഭിഃ ധർമ്മം പൂർത്തയന്ത. ക്വചിത് ചിലയിടത്ത് കൂപം, ആരാമം, മഠം മുതലായവ. കൂപം എന്ന് പറഞ്ഞാൽ കിണറുകൾ കുഴിക്കുക. ആർക്ക്? പബ്ലിക്കിന് വേണ്ടി, പൊതു ഉപയോഗത്തിന് വേണ്ടി കൂപനിർമ്മാണങ്ങൾ, കുളം, കിണറുകൾ മുതലായതൊക്കെ കുഴിക്കുന്നതാണ് കൂപഖനനാദികൾ. ആരാമങ്ങൾ എന്ന് പറഞ്ഞാൽ ഉദ്യാനങ്ങൾ, പൂന്തോട്ടങ്ങൾ, പാർക്കുകൾ, വിശ്രമസ്ഥാനങ്ങൾ, ഇതൊക്കെ സമൂഹത്തിന് ഉല്ലസിക്കാൻ വേണ്ടി ഭഗവാൻ ചെയ്യുന്നു തൻ്റെ സംഭാവനയായിട്ട് ലോകത്തിന് വേണ്ടി. ആരാമം. അതുപോലെ മഠങ്ങൾ എന്ന് പറഞ്ഞാൽ വഴിപോക്കർക്ക് താമസിക്കാനുള്ള പെരുവഴി അമ്പലം, സത്രം എന്നൊക്കെ പറയുന്നതാണ് മഠങ്ങൾ. പണ്ടെല്ലാം മഠങ്ങൾ എന്നാ പറയുക. അപ്പോൾ വഴിപോക്കർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ, ദീർഘദൂര യാത്രകളൊക്കെ ചെയ്യുന്നവർക്ക് വൈകുന്നേരമായാൽ വന്ന് വിശ്രമിച്ച് അവരുടെ സന്ധ്യാവന്ദനാദികളൊക്കെ ചെയ്യാനും ഭക്ഷണത്തിനുള്ള ഏർപ്പാടുകളും ഒക്കെ അവിടെ ഉണ്ടാവും.
സ്വയം പാചകം ചെയ്ത് കഴിക്കുന്നവർക്ക് അതിനുള്ള വ്യവസ്ഥകളുണ്ടാവും, അല്ലെങ്കിൽ അവിടെ അന്നശാലയുണ്ടാവും, ഭോജനമുണ്ടാവും, എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. അങ്ങനെയുള്ളതായിട്ടുള്ള സത്രങ്ങൾ അഥവാ മഠങ്ങൾ, പെരുവഴി അമ്പലങ്ങൾ, ഇതൊക്കെ എന്താണ്? പൂർത്ത കർമ്മങ്ങളാണ്. അതുകൊണ്ട് ആ ധർമ്മം പൂർത്തയന്തം, ധർമ്മത്തെ പൂർത്തിപ്പെടുത്തുന്നവനായിട്ട് കണ്ടു. ഇതൊരു ധർമ്മമാണ്. പൂർത്ത കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് മനുഷ്യരുടെ ധർമ്മമാണ്. തൻ്റെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ തൻ്റെ ഗൃഹത്തിൽ ഒരുവിധം മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാനും മര്യാദയ്ക്ക് വസ്ത്രമെടുക്കാനും എല്ലാവരുടെയും ആരോഗ്യ സുരക്ഷയും ഉറപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ സ്വത്ത് സമ്പാദിച്ചു വെക്കുകയല്ല പണ്ടുള്ളവർ ചെയ്തിരുന്നത്. എല്ലാ ബാങ്കുകളിലും ലക്ഷങ്ങൾ സമ്പാദിച്ചു കൂട്ടുക, അല്ലെങ്കിൽ എല്ലായിടത്തും ഭൂമി വാങ്ങിച്ചു കൂട്ടുക, എല്ലായിടത്തും ഫ്ലാറ്റ് വാങ്ങിച്ചു കൂട്ടുക, കുറെ സ്വർണം വാങ്ങിച്ച് എവിടെയെങ്കിലുമൊക്കെ സൂക്ഷിച്ചു വെക്കുക, ഇതൊന്നും ആയിരുന്നില്ല പണ്ടത്തെ ആൾക്കാർ ചെയ്തിരുന്നത്. അധികം വരുന്നതായിട്ടുള്ള വരുമാനത്തിൽ കൊണ്ട് ഒരു അംശം കൊണ്ട് അവർ സമൂഹത്തിനും കൂടി പ്രയോജനമുള്ളതായിട്ടുള്ള ഇതുപോലെയുള്ള പബ്ലിക് സേവനങ്ങൾ ചെയ്യുമായിരുന്നു. വിദ്യാലയങ്ങൾ, ക്ഷേത്രങ്ങൾ, ഇതുപോലെയുള്ള വഴിയമ്പലങ്ങൾ, വഴികൾ വെട്ടുക, ഭാരം താങ്ങുന്നതായിട്ടുള്ള ചുമടുതാങ്ങികൾ നിർമ്മിക്കുക, തണ്ണീർ പന്തലുകൾ നിർമ്മിക്കുക, വേനൽക്കാലത്ത് സഞ്ചരിക്കുന്നവർക്ക് വെള്ളം കൊടുക്കാൻ, സംഭാരം കൊടുക്കാൻ, എന്തെങ്കിലുമൊക്കെ പാനീയങ്ങൾ കൊടുക്കാനുള്ളതായിട്ടുള്ള വ്യവസ്ഥകൾ, അതുപോലെ ഉച്ചനേരത്തൊക്കെ ക്ഷീണിച്ച് വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള അന്നദാന ഭോജനശാലകൾ, ഇങ്ങനെയുള്ള എല്ലാം പണ്ടുകാലത്ത് ഉണ്ടായിരുന്നു. എല്ലാവരും ഒരുവിധം മര്യാദയ്ക്ക് ജീവിക്കുന്നവരൊക്കെ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുമായിരുന്നു. ഇന്നിപ്പോൾ എല്ലാവരും സ്വന്തം വീട് എത്ര മോടി പിടിപ്പിച്ചാലും എന്തെല്ലാം ലക്ഷറി ആക്കിയാലും ഇനിയും പോരാന്ന് അത് ഇടയ്ക്കിടയ്ക്ക് പൊളിക്കുക പണിയുക, പൊളിക്കുക പണിയുക, ഇങ്ങനെ ചെയ്തുകൊണ്ട് കാശ് കളഞ്ഞുകൊണ്ടിരിക്കുന്നു. ആർക്കും ഒന്നും കൊടുക്കാനുള്ള മനസ്സ് ഇല്ലാതെയാവുന്നു. അതുകൊണ്ടാണ് സമൂഹത്തിൽ ഒരു ഭാഗത്ത് ദാരിദ്ര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു ഭാഗത്ത് സമ്പാദിച്ചവർ ധനം കൂടിക്കൊണ്ട് അതിൻ്റെ നെറുകയിലിരുന്ന് അവരുടെ കുട്ടികൾ എല്ലാ പ്രിവിലേജസും അനുഭവിച്ചുകൊണ്ട് ധൂർത്തന്മാരായി വളരുന്നു. ദരിദ്രന്മാരായി വളരുന്നവരോ സമൂഹത്തോട് വെറുപ്പും വിദ്വേഷവും ഉള്ളവരായിട്ട് വളരും. കാരണം ഒരു ഭാഗത്ത് സുഖലോലുപതയിൽ വളരുന്ന കുട്ടികളെ കാണുന്നു, ഒരു ഭാഗത്ത് അവഗണിക്കപ്പെട്ടതായിട്ടുള്ള ദാരിദ്ര്യം അനുഭവിക്കുന്നവരായ കഷ്ടപ്പെടുന്നവരായിട്ടുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും ആ സമൂഹത്തോട് ഒരു വിദ്വേഷമാണ് വളർന്നു വരിക. അവർ തന്നെയാണ് ഈ ഇതുപോലെയുള്ള വേടന്മാരും അതുപോലെയുള്ളവരൊക്കെ ആയിട്ട് മാറുക. അങ്ങനെ വേടന്മാരെ വളർത്തണോ, ഏകലവ്യന്മാരെ വളർത്തണോ, ചിന്തിക്കുക. അപ്പം നമ്മൾ ബാലൻസ് ചെയ്ത് പോകണം. സമൂഹം പിന്തള്ളപ്പെട്ടവരെ മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമം ഉണ്ടാവണം. ഞാൻ സമ്പാദിച്ചത് എൻ്റെ കുട്ടിക്ക് മാത്രം, അവർക്ക് ദൂർത്തിന് വേണ്ടി മാത്രം, അവർക്ക് വേണ്ടി ദിവസവും കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കാനും അതുപോലെ എന്താ പറയുക, അവർക്ക് വാങ്ങിക്കുന്ന ഐസ്ക്രീമിൻ്റെ വില പോലും അവർക്ക് കഴിക്കാൻ ഇന്ന് സ്വിഗ്ഗിയിൽ നിന്നും സൊമാറ്റോയിൽ നിന്നും വിളിച്ചു പറയുന്ന ചിക്കനും മട്ടനും ബർഗറും പിസയും എന്ന് പറഞ്ഞ പോലെയുള്ള സാധനങ്ങളൊക്കെ വിളിച്ചു വരുത്തി നൂറുകളും ആയിരങ്ങളും കൊടുക്കുന്നു. അപ്പുറത്ത് ദരിദ്രന്മാരായി പട്ടിണി കിടക്കുന്നവർക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്നു. അവരുടെ അച്ഛനോ അമ്മയോ അച്ചടക്കമില്ലാത്തവരായി കിട്ടിയ കാശ് കള്ളുകുടിച്ചുകൊണ്ടും തോന്നിയവാസികളായിട്ടും കുട്ടികളെ ഉപദ്രവിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ അതിനെ ഒന്ന് ഏതെങ്കിലും രീതിയിൽ ആശ്വസിപ്പിച്ച് അവരെയൊക്കെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് അടുത്തുള്ളവർക്ക് ഉത്തരവാദിത്വമുണ്ട്. അത് ചെയ്യാത്തതിൻ്റെ ഫലമാണ് ഇന്ന് സമൂഹത്തിൽ പലതരത്തിലുള്ള ആൻറ്റി സോഷ്യൽ എലമെൻറ്റ്സ് വർദ്ധിച്ച് വരുന്നത്. സുരക്ഷിതരാണെങ്കിൽ ആർക്കും ആ ഒരു റിബൽ മൈൻഡ് ഉണ്ടാവില്ല. എല്ലാവരുടെ ഉള്ളിലും ആ ഒരു അരക്ഷിതാവസ്ഥ, അവഗണിക്കപ്പെട്ടതായിട്ടുള്ളൊരു തോന്നൽ ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അവരെ ചേർത്ത് പിടിക്കാനുള്ളതായിട്ടുള്ളൊരു മനസ്സ് എല്ലാവർക്കും ഉണ്ടാവട്ടെ. അവനവൻ്റെ ചുറ്റിലുള്ളവരെ ചേർത്ത് പിടിച്ചാൽ മതി. നമുക്ക് ഉഗാണ്ടയിലേക്കോ സോമാലിയയിലേക്കോ ഒന്നും പോകണ്ട. ഒന്ന് ചിന്തിക്കുക,
നമ്മുടെ കുട്ടികൾക്ക് എന്താ പറയുക 10 ചെരുപ്പ് 100 ഷർട്ട് ഇത്രയും വാങ്ങിച്ചു കൊടുത്ത് അവരെ ദൂർത്തന്മാരാക്കുന്നതിന് പകരം അവർക്കൊരു 20 ഷർട്ടാക്കുക, 5 ചെരുപ്പാക്കുക, ബാക്കിയുള്ളത് അടുത്തുള്ള പാവപ്പെട്ട കുട്ടികൾക്ക് കൊടുക്കാൻ തയ്യാറാവുക. ഈ മനസ്സ് എല്ലാവർക്കും ഉണ്ടാവട്ടെ. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് യജന്തം സകലാൻ ദേവാൻ ക്വാപി ക്രതുഭിരൂർജിതൈഃ പൂർത്തയന്തം ക്വചിത് ധർമ്മം കൂപാരാമമഠാദിഭിഃ ചരന്തം മൃഗയാം ക്വാപി ഹയമാരുഹ്യ സൈന്ധവം ഗ്നന്ദം തതഃ പശൂന്മേദ്യാൻ പരിഹിതം യദുപുംഗവൈഃ ചരന്തം മൃഗയാം ക്വാപി ഹയമാരുഹ്യ സൈന്ധവം ഗ്നന്ദം തതഃ പശൂന്മേദ്യാൻ പരിഹിതം യദുപുംഗവൈഃ. ഭഗവാൻ ക്ഷത്രിയൻ എന്നുള്ളതായിട്ടുള്ള രീതിയിലുള്ള നായാട്ടിന് പോകുന്നത്. ക്ഷത്രിയന്മാർ എപ്പോഴും അവരുടെ എന്താ പറയുക പരിശീലനം തുടർന്നുകൊണ്ടിരിക്കണം. അവരുടെ കൈക്ക് ഒരിക്കലും സങ്കോചമുണ്ടാകാൻ പാടില്ല, അറപ്പ് ഉണ്ടാവാൻ പാടില്ല. രക്തം കണ്ടാൽ മോഹാത്സ്യം വരുന്ന ക്ഷത്രിയന്മാർ ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പോൾ അറപ്പ് മാറ്റണം, കൈത്തരിപ്പ് മാറ്റണം, കയ്യിന് വ്യായാമം വേണം. അതിനാണ് വന്യമൃഗങ്ങളെ വേട്ടയാടാനുള്ള അനുവാദം ക്ഷത്രിയന്മാർക്ക് കൊടുത്തിരിക്കുന്നത്. യുദ്ധമില്ലാത്ത കാലത്ത്, സമാധാന കാലത്ത് അവരുടെ അഭ്യാസങ്ങളൊക്കെ ഈ വനത്തിൽ ചെന്ന് വന്യമൃഗങ്ങളോട് കുറേയൊക്കെ പ്രകടിപ്പിച്ച് അവർക്ക് ആ ക്രൗര്യം ഉള്ളിൽ കുറേയൊക്കെ ഉണ്ടാവണം, ശൗര്യം ഉണ്ടാവണം, പരാക്രമം നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ക്ഷത്രിയന്മാർ വളരെ സാത്വികന്മാരാവാൻ പാടില്ല. സത്വഗുണം വേണം, വേണ്ടിടത്ത് ഹൃദയം അലിയണം. എന്നാൽ ദുഷ്ടന്മാരുടെ നേരെ ശൗര്യം വേണം, ക്രൗര്യം വേണം. ദാക്ഷിണ്യമില്ലാതെ ശിക്ഷിക്കാനുള്ള, ശത്രുക്കൾ വന്ന് ആക്രമിക്കുമ്പോൾ മടിച്ചു നിൽക്കാതെ അവരുടെ നേരെ ആയുധം പ്രയോഗിക്കാനുള്ള തൻ്റെ ഇടം വേണം. അതാണ് ഇവിടുത്തെ ഭഗവാന്റെ മൃഗയാ വിനോദം. ക്വാപി ചിലയിടത്ത് അല്ലെങ്കിൽ ഒരു ദിക്കിൽ സൈന്ധവം ഹയം ആരുഹ്യ. സൈന്ധവം ഹയം, ഹയമെന്നാൽ കുതിര. സൈന്ധവം സിന്ധുദേശത്തിൽ ഉണ്ടായത്. സിന്ധുദേശത്തെ കുതിരകൾ ഗംഭീര കുതിരകളാണ്. കുറച്ച് കുതിരകളിൽ വെച്ച് നമ്പർ 1 സൈന്ധവ കുതിരകൾ. നല്ല ഉയരവും ആരോഗ്യവുമുള്ള, യുദ്ധത്തിലൊക്കെ മുന്നിൽ നിൽക്കുന്നതായിട്ടുള്ള കുതിരകളാണ്. കോവർ കഴുതകളല്ല. വളരെ ആക്റ്റീവായിട്ടുള്ള രജസിക് ആയിട്ടുള്ള കുതിരകളാണ്. നല്ല ശക്തിയുള്ള കുതിരകളാണ് സിന്ധുദേശത്തിൽ ഭവിക്കുന്ന കുതിരകൾ. ഇന്നത്തെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഒക്കെയാണ് ആ ദേശം. അവിടെയാണ് ഇപ്പോൾ നല്ല കുതിരകൾ ഉള്ളത്. അപ്പോൾ സൈന്ധവം ഹയം ആരുഹ്യ. മൃഗയാം ചരന്തം, മൃഗയെ അഥവാ നായാട്ടിനെ പ്രവർത്തിക്കുന്നവനായിക്കൊണ്ട്. തതഃ യദുപുംഗവൈഃ പരീതം മേധ്യാൻ പശൂൻ ഗ്നന്ദം. പിന്നീട് യദുപുംഗവന്മാർ, യദുശ്രേഷ്ഠന്മാരാൽ ചുറ്റപ്പെട്ടവനായിക്കൊണ്ട് വനത്തിൽ മേധ്യാൻ പശു, പരിശുദ്ധങ്ങളായ മൃഗങ്ങളെയെല്ലാം ഹനിക്കുന്നവനായിട്ടും, എന്ന് വെച്ചാൽ വിധിയുള്ള കൊല്ലാൻ, ഏതൊക്കെ മൃഗങ്ങളെ കൊല്ലാം എന്ന് അനുവദിച്ചിട്ടുണ്ടോ ആ മൃഗങ്ങളെയെല്ലാം വധിക്കുന്നു എന്നർത്ഥം. അങ്ങനെ നായാട്ടിന് പോകുന്ന കൃഷ്ണനെയും കാണാം. ക്ഷത്രിയനായ കൃഷ്ണനെ ഒരിടത്ത് കാണാം എന്നർത്ഥം. അതിൻ്റെ തുടർച്ചയുണ്ട്. 10 ശ്ലോകങ്ങൾ കൂടി നമുക്ക് വൈകിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ കാണാം. ഇല്ലെങ്കിൽ നാളെ ക്ലാസ്സില്ല. നാളെ രാവിലെ പരിപാടികളുണ്ട്. വൈകുന്നേരം നമ്മുടെ വാൽമീകി രാമായണം ആരണ്യകാന്ഡം ആരംഭിക്കുന്നു കോട്ടയ്ക്കകം ഹനുമാൻ ക്ഷേത്രത്തിൽ. മറ്റന്നാൾ രാവിലെ എൻഗേജ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല. പെട്ടെന്നായിരിക്കും ഓരോരുത്തർ വിളിക്കുക ഓരോ പരിപാടിക്ക്. എന്തായാലും മറ്റന്നാൾ പകലിവിടെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇന്ന് വൈകിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ കാണാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.
ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും കർക്കിടക സംക്രാന്തി ആശംസകൾ ഒരിക്കൽ കൂടെ. വൈകിട്ട് വീടൊക്കെ വൃത്തിയാക്കി ജ്യേഷ്ഠയെ കളഞ്ഞ് അനിയത്തിയെ വരവേൽക്കുന്ന, സീബോധിയെ വരവേൽക്കുന്ന ചടങ്ങുകളൊക്കെ ഉണ്ടാവും. എല്ലാം നേരത്തെ ചെയ്ത് ക്ലാസ് ഉണ്ടെങ്കിൽ കാണാം. ഓ, ഹരി ഓം.